നമ്മൾ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലംസിൻ്റെ ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. 13-ാം തീയതി വരെ നമുക്ക് എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെ പോകാം. 13-ാം തീയതി ഒരു ഫൈനൽ, 13 അല്ലെങ്കിൽ 14-ാം തീയതി ഒക്കെ ആയിട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാവും. പരീക്ഷ ഈ മാസം തന്നെയാണെങ്കിൽ നമുക്ക് തുടർന്നും ടെസ്റ്റ് പേപ്പറുകളോ ഒക്കെ നടത്തിയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ സ്വയം പഠിച്ചിട്ടെങ്കിൽ തയ്യാറാവണം. അല്ല, പരീക്ഷ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഇയർ ക്ലാസ്സുകൾ ആരംഭിക്കേണ്ടി വരും. ഓക്കെ, ഈ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയ സമയത്ത് നിങ്ങൾക്ക് റിട്ടേൺ എക്സാം പോലെ എക്സാം നടത്താനുള്ളൊരു ഉദ്ദേശമുണ്ട്. പറ്റുവാണെങ്കിൽ അങ്ങനെ നടത്തുമ്പോൾ ഓരോ ക്ലാസ്സിനായിട്ട് എല്ലാവർക്കും കൂടി നടത്തിയാൽ പേപ്പർ വയലേഷൻ നടക്കില്ല. പകരം ഓരോ ക്ലാസ്സിനായിട്ട് നല്ല മോഡലിൻ്റെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് എക്സാം നടത്തി എക്സാമിൻ്റെ പേപ്പർ നിങ്ങൾ സ്കൂളിൽ എത്തിച്ച് വാല്യൂ ചെയ്യുന്നൊരു സംവിധാനം ആലോചിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് നടപ്പിലാക്കും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ട് ആൻസർ ഷീറ്റ് നേരിട്ട് കൊണ്ടുതരിക. അത് വാല്യൂ ചെയ്തിട്ട് മാർക്ക് നോക്കുക. അങ്ങനെ ഒരു ചർച്ച ഉണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസും കൂടി ചെയ്യാം. ഇന്നത്തെ കൂടി കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലംസ് ഇനി ഡിസ്കസ് ചെയ്യേണ്ടതില്ല. അതിന് മാത്രം പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഉള്ളത് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ്. സാധാരണഗതിയിൽ കുട്ടികൾക്ക് ഡയറക്റ്റ് അല്ലാത്ത, നേരിട്ട് ചോദിക്കാത്ത, കുട്ടികളെ തെറ്റിക്കുന്ന രീതിയിലുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും വരാറുണ്ട്. അതൊന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നുന്നു. സമയം അനുസരിച്ച് അതും കൂടി ചെയ്യാം. പിന്നെ കുട്ടികൾ ആവശ്യപ്പെട്ടത് പ്രധാനപ്പെട്ട ഡെറിവേഷൻസ് ആണ്. ഡെറിവേഷൻസ് നമ്മൾ ക്ലാസ്സിലൊക്കെ എടുത്തതാണ്. അത് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അതും ചെയ്യാം. ഓക്കെ, സമയം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയത് കൊണ്ട് അതിനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ ബാക്കി പ്രോബ്ലംസ് തുടരുകയാണ്. ഓക്കെ, ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. So where we have stopped. This was the last problem, I think so. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം ഡിസ്കസ് ചെയ്ത പ്രോബ്ലം എന്നാണ് ഞാൻ ഓർക്കുന്നത്. മാറ്റമുണ്ടെങ്കിൽ പറയാം. നമ്മൾ ചെയ്തു. This is where we have stopped. അല്ല, ഇതന്നെയല്ലേ ലാസ്റ്റ് ചെയ്തിരുന്നത്. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം 2017 മുതലുള്ള പ്രോബ്ലംസ് 2017 മാർച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. A steel rod has a radius of 10 mm and a length of 1 meter. A 100 kN force stretches it along its length. Calculate the elongation of the steel rod. Young's modulus തന്നിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നില്ല. 7ാമത്തെ സ്ലൈഡിൽ ഇത് നമ്മൾ ഓൾറെഡി റിപ്പീറ്റ് ചെയ്ത് മുൻപ് ചെയ്തൊരു പ്രോബ്ലം ആയതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അവിടെ ഇത് ചോദിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ സ്ലൈഡ് എടുത്ത് നോക്കാം. ഇത് റിപ്പീറ്റ് ക്വസ്റ്റ്യൻ. അവിടെ നമ്മളൊരു സ്റ്റീൽ വയറിൻ്റെ പ്രോബ്ലം ആയിരുന്നു. ഇതേപോലെ പറഞ്ഞു. അവിടെ ഇലോങ്ങേഷനും സ്ട്രെസ്സും കാണാനാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അവിടെ നോക്കിയാൽ മതി. 7ാമത്തെ സ്ലൈഡ് എന്ന് പറയുമ്പോൾ കുറേ ഫസ്റ്റ് ക്ലാസ്സിലായിരിക്കും, ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ടിലായിരിക്കും ഉണ്ടാവുക. ലെറ്റ് മീ ജസ്റ്റ് ഷോ യു ദാറ്റ്. So this is a steel wire has a radius of 10 mm and length 1 meter. A 100 kN force stretches it along its length. Calculate the stress and elongation. ഇവിടെ സ്ട്രെസ്സും കൂടി ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. 2020 ചോദിച്ച ചോദ്യം റിപ്പീറ്റ് ചെയ്ത് കൊണ്ട് ചോദിച്ചാണ്. So this is the answer. ഇങ്ങനെ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് മുമ്പ്. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ,
സോ ലെറ്റ് us skip this question. അവിടെ ചെയ്തതാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ 41ാമത്തെ ക്വസ്റ്റ്യൻ. എസ്റ്റിമേറ്റ് ദി ആവറേജ് എനർജി ഓഫ് ഹീലിയം ആറ്റം അറ്റ് ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. ബോൾട്സ്മാൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. 1.38 × 10⁻23 ജൂൾ പെർ കെൽവിൻ. കൈനറ്റിക് തിയറി എന്നുള്ള പാഠത്തിൽ നിന്ന് വന്നൊരു പ്രോബ്ലമാണ്. അതിൽ നിന്ന് ഇത്തരം പ്രോബ്ലംസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ ആ ഡെറിവേഷൻ ഉണ്ട്, പ്രഷറിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, അത് ചോദിച്ചാൽ പിന്നെ പ്രോബ്ലംസ് ഒന്നും ഇനി വരില്ല. ചിലപ്പോൾ പ്രഷറിൻ്റെ ഡെറിവേഷൻ ചോദിച്ചില്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രോബ്ലം ചോദിച്ചേക്കാം. ഇതെല്ലാം ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ്. പ്രഷറിൻ്റെ ഡെറിവേഷൻ P = 1/3 nm v² ബാർ എന്നുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഇന്ന് വരാവുന്നത് പ്രോബ്ലംസ് ആണ്. ആ പ്രോബ്ലത്തിൽപ്പെട്ട ടൈപ്പ് സാധ്യതയുള്ള പ്രോബ്ലമാണ് ഇത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലം 2017 മാർച്ച്. ഓക്കെ, വളരെ സിമ്പിളാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 27 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ കെൽവിനിലേക്ക് മാറ്റിയാൽ 300 കെൽവിൻ. ബോൾട്സ്മാൻ കോൺസ്റ്റന്റും തന്നിട്ടുണ്ട്. ആവറേജ് തെർമൽ എനർജി ആണ് കാണാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആവറേജ് തെർമൽ എനർജിക്കുള്ള ഇക്വേഷൻ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് 3/2 kBT. kB ഈസ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. 3/2 kT ആണ് തെർമൽ എനർജി കാണാനുള്ള ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ ഈസ് 3/2 kT ആണ്. ഒരു T ടെമ്പറേച്ചറിലുള്ള ഒരു ഗ്യാസിൻ്റെ മോളിക്യൂളിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 3/2 kT ആണ്. നമ്മൾ ടെമ്പറേച്ചറും കൈനറ്റിക് എനർജി, ടെമ്പറേച്ചറിൻ്റെ എന്താണ് ആക്ച്വലി ടെമ്പറേച്ചർ എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൈനറ്റിക് തിയറിയുടെ ചാപ്റ്ററിലാണ്. അപ്പോൾ അവിടെ നമ്മൾ പഠിക്കുന്നതാണ് ടെമ്പറേച്ചറും ഈ കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂളും തമ്മിൽ ബന്ധമുണ്ട്. If temperature is T, then the average kinetic energy of a gas molecule is 3/2 kT, where Kb or K is the Boltzmann constant. അപ്പോൾ അവിടെ ജസ്റ്റ് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. യു വിൽ ഗെറ്റ് ദി ആൻസർ. ആൻസർ നോക്കണം, തെറ്റിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എപ്പോഴും, പവേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ. ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ഈ വാല്യൂസ് മാത്രം കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ എന്നിട്ട് പവർ വെച്ച് അല്ല ഇൻറ്റു 10⁻⁻23. അപ്പോൾ 621 × 10⁻⁻23 ആണ് ആൻസർ. അവിടെ നമ്മൾ പവർ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുമ്പോൾ 6.21 എന്ന് എഴുതുമ്പോൾ ഇൻറ്റു 10⁻², അപ്പോൾ 10⁻21 എന്ന് വരും, -21. സോ 6.21 × 10⁻⁻21 ജൂൾസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ പ്രോബ്ലം. ഇതിലൊന്നും ചെയ്യാനില്ല, ഡയറക്റ്റ് ഇക്വേഷൻ അറിയണമെന്ന് മാത്രം. 3/2 kT ആണ് ഒരു മോളിക്യൂളിൻ്റെ ആവറേജ്, ഇല്ലെങ്കിൽ അത് നോട്ട് ചെയ്യുക. കൈനറ്റിക് എനർജി, ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഇൻ ആൻ ഐഡിയൽ ഗ്യാസ് ഈസ് 3/2 kT. So kinetic energy depends on temperature, or kinetic temperature is a measure of average kinetic energy ഒക്കെ നമ്മൾ ഇത് ഉപയോഗിച്ചാണ് പറയുന്നത്. Temperature is nothing but measure of average kinetic energy of a molecule. So average kinetic energy of a molecule is, or that is the average thermal energy, that is 3/2 kT. അതാണ് എസ്റ്റിമേറ്റ് ദി ആവറേജ് തെർമൽ എനർജി എന്ന് പറഞ്ഞാൽ. ആവറേജ് തെർമൽ എനർജി ഓഫ് എ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ അറ്റൈൻഡ് ഡ്യൂ ടു ദി ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കാരണം അതിനുള്ള കൈനറ്റിക് എനർജിയാണ് തെർമൽ എനർജി എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. പ്രോബ്ലത്തിൽ ആവറേജ് തെർമൽ എനർജി എന്ന് കാണുമ്പോൾ ഉദ്ദേശിക്കുന്നത് ദി ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ അറ്റൈൻഡ് ബൈ ഡ്യൂ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ T. T എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഉള്ളത് കൊണ്ട് അതിനുള്ള ആവറേജ് കൈനറ്റിക് എനർജിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് അതേ ക്വസ്റ്റ്യൻ പേപ്പറത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. 2 ക്വസ്റ്റ്യൻസ് കാണിച്ചിട്ടുണ്ട്. A particle is projected up into air from a point with a speed of 20 meter per second at an angle of projection 30 degree. What is the maximum height reached by it? നോക്കൂ, സിമ്പിൾ പ്രോബ്ലം ആണ്. എ പാർട്ടിക്കിൾ ഈസ് പ്രൊജക്റ്റഡ്, അപ്പോൾ പ്രൊജക്ടൈൽ മോഷൻ ആണ്, അപ്പ് ഇൻ ടു എയർ ഫ്രം എ പോയിന്റ് വിത്ത് എ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ഇനീഷ്യൽ സ്പീഡ് 20 മീറ്റർ പെർ സെക്കൻഡ് യു തന്നിട്ടുണ്ട്. ആൻഡ് തീറ്റ ഈസ് ആൾസോ ഗിവൺ അറ്റ് എൻ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 30 ഡിഗ്രി. 30 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്? മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് തന്നിട്ട് ഇത് കാണണം. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ, ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. യുവും തീറ്റയും അറിയാമെങ്കിൽ യു ഹാവ് ദി ഡയറക്റ്റ് ഇക്വേഷൻ.
യു തന്നിട്ടുണ്ട്, തീറ്റ തന്നിട്ടുണ്ട്. എച്ച് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. പ്രൊജക്ടൈൽ മോഷനിൽ എച്ചിനും ടൈം ഓഫ് ഫ്ലൈറ്റിനും ഹൊറിസോണ്ടൽ റേഞ്ചിനുള്ള ഇക്വേഷൻ നിങ്ങൾ ഇപ്പം പഠിക്കുന്നതാണ്, കാണാതെ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷനാണ്. സോ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2gയിൽ യുവും തീറ്റയും തന്നിട്ടുണ്ട്. ജി നമുക്കറിയാം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് എടുത്തിട്ട് ചെയ്താൽ മതി. ഇറ്റ്സ് എ ഡയറക്റ്റ് പ്രോബ്ലം. So 20 square u square into sin 30 the whole square sin square theta divided by 2 into 9.8 ചെയ്ത് നോക്കുക. 5.1 മീറ്റർ എന്നാണ് എനിക്ക് കിട്ടിയത്. ഇനി മാറ്റം ഉണ്ടെങ്കിൽ അത് ഇത് ചെയ്താൽ കിട്ടുന്ന എന്താണോ അതാണ് എഴുതേണ്ടത്. ഓക്കെ. സോ അഗെയിൻ ഡയറക്റ്റ് പ്രോബ്ലംസ്. നമ്മൾ ഇതുവരെ ചെയ്തതിന് ഇന്നലെ ചെയ്ത ഒരു 2 പ്രോബ്ലം, അതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ ചെയ്ത ഒരു പ്രോബ്ലം, അങ്ങനെ 3-4 പ്രോബ്ലം മാത്രമേ ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ കുറച്ച് ആലോചിച്ച് കണ്ടെത്തേണ്ടതുള്ളൂ. എവറിത്തിങ് ഓൾ അതർ പ്രോബ്ലംസ് ആർ വെരി ഈസി. ഡയറക്റ്റ് ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ് മിക്കതും. അപ്പം നിങ്ങൾക്ക് പ്ലെൻറ്റി ഓഫ് ചോയ്സ് ആർ ദർ, ഇഷ്ടംപോലെ ചോയ്സ് ഉണ്ടാവും പ്രോബ്ലംസിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പേടിയും പേടിക്കേണ്ട. പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയാൽ തന്നെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബട്ട് റിമെമ്പർ യു ഹാവ് ഓൺലി സെക്ഷൻ വൈസ് ചോയ്സ്. അത് എപ്പോഴും മനസ്സിലുണ്ടാവണം. ഓക്കെ. അധികവും പ്രോബ്ലംസ് 2 മാർക്കിൻ്റെയിലാണ് മുൻപൊക്കെ കണ്ടുവരാറ്. ചിലതൊക്കെ 3 മാർക്കിൻ്റെ സെക്ഷനിലും ഉണ്ടാവാറുണ്ട്. ഓക്കെ. സിംഗിൾ പ്രോബ്ലം ആയിട്ട് കൊടുക്കുമ്പോൾ 2 മാർക്കാണ് അധികം ഉണ്ടാവല്. ഓക്കെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. 42ാമത്തത്. ദെൻ അടുത്ത് നമുക്ക് 43ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എ ബോഡി ഓഫ് മാസ് 5 കിലോഗ്രാം ഈസ് ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. എ ബോഡി ഓഫ് മാസ് 5 കിലോഗ്രാം ഇനീഷ്യലി അറ്റ് റെസ്റ്റ്. ഇനീഷ്യലി അറ്റ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0, സ്പീഡ് 0 എന്നുള്ള അവിടെ ഉണ്ട് കേട്ടോ. ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും മനസ്സിലേക്ക് വരണം. ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ഈസ് സബ്ജക്റ്റഡ് ടു എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് 20 ന്യൂട്ടൺ. സോ എ കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് 20 ന്യൂട്ടൺ ആണ്. വാട്ട് ഈസ് ദി കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ദ ബോഡി അറ്റ് ദി എൻഡ് ഓഫ് 10 സെക്കൻഡ്. അപ്പോൾ അങ്ങനെ ഫോഴ്സ് കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഫോഴ്സ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, വെലോസിറ്റി മാറും. ഇൻക്രീസ് ചെയ്യുക, ഡിക്രീസ് ചെയ്യും, വെലോസിറ്റി മാറും. അങ്ങനെ വെലോസിറ്റി മാറുമ്പോൾ ഇവിടെ ഇപ്പോൾ ഫോഴ്സിൻ്റെ അതേ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്നൊന്നും തന്നില്ല. അപ്പോൾ ആ ഫോഴ്സിനനുസരിച്ച് അത് മൂവ് ചെയ്യുന്നുണ്ടാവും. 20 ന്യൂട്ടൺ ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നുണ്ട്. 20 ന്യൂട്ടൺ ഫോഴ്സ് അതിൽ ഇനീഷ്യലി റെസ്റ്റിലുമായിരുന്നു. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ആ ബോഡി മൂവ് ചെയ്യാൻ തുടങ്ങും, അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. 10 സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എത്രയാണ് എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദി കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ദി ബോഡി അറ്റ് ദി എൻഡ് ഓഫ് 10 സെക്കൻഡ്. 10 സെക്കൻഡ് കഴിയുമ്പോൾ അതിന് എത്ര കൈനറ്റിക് എനർജി ഉണ്ടാവും? ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. 10 സെക്കൻഡ് കഴിയുമ്പോൾ അതിന് എത്ര കൈനറ്റിക് എനർജി ഉണ്ടാവും എന്ന് ചോദിക്കുമ്പോൾ അവിടെ അതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളിൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി 0 എന്നുണ്ട്. കാരണം എന്താണ്? ഇനീഷ്യലി അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. സോ തുടക്കത്തിൽ കൈനറ്റിക് എനർജി 0 ആണ്. പിന്നെ ലാസ്റ്റ് 10 സെക്കൻഡ് കഴിയുമ്പോൾ അതിന് കൈനറ്റിക് എനർജി എത്രയാണ്? സോ വാട്ട് ആർ ദി പാരാമീറ്റേഴ്സ് വിച്ച് ആർ ഗിവൺ? എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് ഓഫ് ദി ബോഡി തന്നിട്ടുണ്ട്, ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഫോഴ്സ് തന്നിട്ടുണ്ട്, ടൈം 10 സെക്കൻഡാണ് തന്നിട്ടുണ്ട്. കാണേണ്ടത് ഫൈനൽ വെലോസിറ്റിയാണ്, മാസ് ഫൈനൽ കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി 10 സെക്കൻഡ് കഴിയുമ്പോഴുള്ള കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജിക്ക് ഇക്വേഷൻ 12 mv² ആണ് നമുക്കറിയാം. അതിൽ m കൂടെ ഉണ്ട്. അപ്പോൾ കാണേണ്ടത് ഫലത്തിൽ എന്താണ്? v കണ്ടാൽ ആൻസർ. 10 സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് കണ്ടാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. അങ്ങനെ വേണം ഇന്റർപ്രറ്റ് ചെയ്യാൻ. ഓക്കെ. ഫൈനൽ കൈനറ്റിക് എനർജിയാണ് കാണേണ്ടത്. ബട്ട് മാസ് ഈസ് ഗിവൺ ആൻഡ് ദി ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി ഈസ് 12 mv². ദെൻ what you need is the final velocity v. So you have to find v. Okay. So you look at the data is given m, u, f, t. You have to find v. You have u and you have t and you have to find v. So there is an equation v equal to u plus at. One dimensional motion ആണെന്ന് assume ചെയ്യാം, വേറെ ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട്. സോ ഫോഴ്സ് കൊടുത്തു, ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. കാരണം ഇനീഷ്യലി അറ്റ് റെസ്റ്റ് ആണ്. അതുകൊണ്ട് ഫോഴ്സ് കൊടുത്താൽ ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലേ മൂവ് ചെയ്യുള്ളൂ. ആൻഡ് ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ്, മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്, ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. എന്തായാലും ഒരു 1 ഡയമെൻഷണൽ മോഷൻ ആണെന്ന് അസ്യൂം ചെയ്താൽ യു ഹാവ് ടി, ടൈം ടി, ഇനീഷ്യൽ വെലോസിറ്റി u, മാസ് ഉണ്ട്. സോ വാട്ട് യു നീഡ് ഈസ് v ആണ് കാണേണ്ടത്. അപ്പോൾ v കാണാൻ പല ഇക്വേഷനും നമുക്കറിയാം. v കാണാനുള്ള ഒരു ഇക്വേഷനാണ് v ഈക്വൽ ടു u പ്ലസ് എ ടി. വൈ u പ്ലസ് എ ടി? ബിക്കോസ് യു ഹാവ് u ആൻഡ് t. പക്ഷെ v ഈക്വൽ ടു u പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ u, a, t എന്നുള്ള 3 ആളെ അറിയാമെങ്കിലേ v കിട്ടുള്ളൂ. v ഈക്വൽ ടു u പ്ലസ് എ ടി. യുയും ടിയുമാണ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത്. യുയും ടിയും മാത്രം വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾക്ക് v കിട്ടൂല. ഓക്കെ.
സോ യു പ്ലസ് എ ടിയിലെ എ കിട്ടണം. എ കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? എ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ തന്നിട്ടില്ല, ബട്ട് ദർ ഈസ് എഫ്, ഫോഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ എ കാണാനുള്ള വഴികൾ വല്ലതുകൊണ്ടോ? നമ്മൾ ഡാറ്റ കംപ്ലീറ്റ് കൺസ്യൂം ചെയ്തിട്ടില്ല. നമ്മൾ യു ടി വെച്ചിട്ട് വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷനിൽ യു ടി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ എയും കൂടി കിട്ടണം. എ ഡയറക്റ്റ് തന്നിട്ടില്ല. പിന്നെ ബാക്കി തന്ന ഡാറ്റകൾ ഒന്ന് മാസ് ആണ്, ഒന്ന് ഫോഴ്സ് ആണ്. സോ മാസും ഫോഴ്സും കിട്ടിയാൽ ക്യാൻ യു ഫൈൻഡ് ഔട്ട് എ? ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. If you know the mass of the body and force acting on the body, can you find out A? So there comes the next equation, that is F is equal to ma. Newton's second law. F is equal to ma is there. അപ്പോൾ F is equal to ma എന്നുള്ള ഇക്വേഷൻ ഉള്ളത് കൊണ്ട് you have mass and force. അതിൽ നിന്ന് നിങ്ങൾക്ക് A കാണാം. Then use that acceleration, value of acceleration A in the equation V equal to u plus 8. അപ്പോൾ Aയും കിട്ടി. അപ്പോൾ ആദ്യം നിങ്ങൾ F is equal to ma ഉപയോഗിച്ച് ആക്സിലറേഷൻ കണ്ടെത്തണം. എന്തുകൊണ്ടാണ് അങ്ങനെ കണ്ടെത്താൻ പറ്റുന്നത്? എഫും അറിയാം, എമ്മും അറിയാം. അതുകൊണ്ട് എം എ എന്നുള്ള ഇക്വേഷൻ എഫ് ഇസിക്വൽ ടു എം എയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആക്സലറേഷൻ കിട്ടും. ദെൻ യു യൂസ് ദി ഇക്വേഷൻ ബി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇൻ ദാറ്റ് യു ആൻഡ് ടി ആർ ഗിവൺ ആൻഡ് എ ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ദിസ് ന്യൂട്ടൺസ് ഇക്വേഷൻ. ന്യൂട്ടന്റെ ഇക്വേഷൻ നമുക്ക് എയും കിട്ടി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ബി ഈക്വൽ ടു യു പ്ലസ് എ ടി ഉപയോഗിച്ച് വി കണ്ടെത്താം. വൺസ് യു ഗെറ്റ് വി, യു യൂസ് ദി ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ടു ഫൈൻഡ് ദി കൈനറ്റിക് എനർജി. മനസ്സിലായല്ലോ? അങ്ങനെ 3 സ്റ്റെപ്പുകളുണ്ട്. 3 മാർക്കും ഉണ്ട് ആ പ്രോബ്ലത്തിന്. കണ്ടല്ലോ? ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡയറക്റ്റ് പ്രോബ്ലം. ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. പക്ഷെ അതൊരു മൾട്ടി ചാപ്റ്റർ പ്രോബ്ലമാണ്. ഒന്നിലധികം ചാപ്റ്റേഴ്സിൽ ആപ്ലിക്കേഷൻ ഉള്ള ഒരു പ്രോബ്ലമാണ്. ന്യൂ ലോസ് ഓഫ് മോഷനും വൺ ഡയമെൻഷണൽ മോഷൻ ഇൻ വൺ ഡയമെൻഷനും കൂടി ക്ലബ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. സോ കൈനറ്റിക് എനർജി അക്വയർഡ് കാണണം. അതാണ് നമുക്ക് കാണേണ്ടത്. ഹാഫ് എം വി സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ വി ആണ് കാണേണ്ടത് എന്നിവിടെ മാർക്ക് ചെയ്തത്. ബിക്കോസ് എം യു നോ. സോ വിക്കുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞ അതേ ഇതിൽ പോവാണ്. വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ് ഇക്വേഷൻ അറിയാം. ബട്ട് വി ഡോണ്ട് ഹാവ് എ അല്ല. സോ എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പറയുന്ന ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഉണ്ട്. എഫ് തന്നിട്ടുണ്ട്, എമ്മും തന്നിട്ടുണ്ട്. എ ആണ് കാണേണ്ടത്. എ കിട്ടണം നമുക്ക്. അതുകൊണ്ട് എഫ് ഇസ് ഈക്വൽ ടു എം എന്നുള്ള ന്യൂട്ടൺ സെക്കൻഡ് ലോ ഉപയോഗിക്കാം. സോ ദിസ് ഇംപ്ലൈസ് എ ഇസ് ഈക്വൽ ടു എഫ് ബൈ എം. അപ്പോൾ എ ആക്സലറേഷൻ കാണാൻ പറ്റും. എഫിന്റെ വാല്യൂ 20 ആണ്. എമ്മിന്റെ വാല്യൂ 5 ആണ്. 20 by 5 ദാറ്റ് ഈസ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും ആക്സലറേഷൻ. സോ യു ഹാവ് എ. Now you have A, you can find V. Okay. So V equal to U plus 80. Okay. V equal to U plus 80. അപ്പോൾ 0 plus 4 into, അപ്പോൾ U എന്ന് പറയുന്നത് 0 ആണ്. ഇനീഷ്യലായിട്ട് റെസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ U 0 എന്ന് എടുക്കാം. പ്ലസ് A എന്ന് പറയുന്നത് 4 into T എന്ന് പറയുന്നത് 10. So that is 40 meter per second. So you will get V equal to 40 meter per second. Now you find kinetic energy acquired, that is half mv square. Kinetic energy acquired എന്ന് പറഞ്ഞാൽ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ്. 10 സെക്കൻഡ് കൊണ്ട് ഉണ്ടായ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ തുടങ്ങുമ്പോൾ ഉള്ളത് അവസാനമുള്ളത് കണ്ടെത്തിയിട്ട് ഡിഫറൻസ് ആണ്. പക്ഷെ തുടങ്ങുമ്പോൾ 0 ആണ് തന്നത് കൊണ്ട് നമ്മൾ അവസാനത്തെ മാത്രം കണ്ടാൽ മതി. സോ ഹാഫ് എം വി സ്ക്വയർ ഈസ് ദി കൈനറ്റിക് എനർജി അക്വയർഡ്. ഹാഫ് എം വി സ്ക്വയർ, ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു എം 5 ആണ് 40 സ്ക്വയർ. അപ്പോൾ ഇതിന് 40,000 ജൂൾ എന്ന് കിട്ടും. ഓക്കെ, ഇതിൻ്റെ വാല്യൂ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണേ. 40,000 ആണോ എന്ന് ചെക്ക് ചെയ്യണം. 40 into 40 എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഇറ്റ് ഈസ് 40 into 40 into 5 divided by 2, that is 20 into 40 into 5. 20 into 5 is 100. 100 into 40. 100 into 40 is 4,000, I think so. It is 4,000 joule. 4,000 അല്ലേ വരിക? 5 into 4,000 ആണ് വരിക. അവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. ഓക്കെ, so it is 4,000 joules. Half into 5 into 40 square, it is 4,000 joules. ഒരു പൂജ്യം അറിയാതെ വന്നു പോയതാണ്. ഓക്കെ, സോ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ മാർക്കും ഉണ്ടാവും, ഈസി ആയിട്ട് ചെയ്യുകയും ചെയ്യാം. 3 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. നിങ്ങൾ വി ഈക്വൽ ടു യു പ്ലസ് 80 എന്നുള്ള ഇക്വേഷൻ ഒരു മാർക്ക് ഉണ്ടാവും. എഫ് ഇസ് ഈക്വൽ ടു എം എഴുതിയാൽ 1 അല്ലെങ്കിൽ അര മാർക്കും ഉണ്ടാവും. ഫൈനൽ റിസൾട്ട് എത്തിയാൽ പിന്നെ 3 മാർക്കും കിട്ടും. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ വാല്യുവേഷൻ വരിക, സ്കീം വരിക. ഓക്കെ,
Okay, let me switch over to next problem. So improvement 2016 നമ്മൾ ബാക്കോട്ട് എനിക്കൊന്ന് പ്രോബ്ലംസ് കുറവാണോ? ഈ ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്തുകൊണ്ടായതാണ്. പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറവായതുകൊണ്ടല്ല, ഫോക്കസ് ഏരിയയിലെ പ്രോബ്ലം മാത്രമേ എടുത്തിട്ടുള്ളൂ. പ്രോബ്ലംസ് ധാരാളം ഉണ്ട്, അതുകൊണ്ടാണ് അത് കുറഞ്ഞു വരുന്നത്. സോ ഇംപ്രൂവ്മെൻറ്റ് 2016 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രോബ്ലംസ് ആണ് ഇനി വരുന്നത്. ഇതുവരെ മാർച്ച് 2017 ആയിരുന്നു. So velocity time graph of a body is given below. Which portion of the graph represents uniform motion? Uniform motion represent ചെയ്യുന്നത് ഏത് ഭാഗമാണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. ഒരു വൺ വേർഡ് ക്വസ്റ്റ്യനാണ്. OA ആണോ, AB ആണോ, BC ആണോ, OC ആണോ? O മുതൽ ഫുൾ യൂണിഫോം മോഷൻ ആണോ? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കുന്ന മോഷനാണ്. വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് ഇൻ യൂണിഫോം മോഷൻ. അപ്പോൾ എ മുതൽ ബി വരെയാണ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുന്നത്. സോ എ ബി റെപ്രസെൻറ്റ്സ് യൂണിഫോം മോഷൻ അല്ല, യൂണിഫോം റിട്ടാർഡേഷൻ ആണ്. സോ വിച്ച് പോർഷൻ ഓഫ് ദി ഗ്രാഫ് റെപ്രസെൻറ്റ്സ് യൂണിഫോം റിട്ടാർഡേഷൻ? യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ പോസിറ്റീവ് സ്ലോപ്പ് ഉള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. യൂണിഫോം മോഷൻ ആണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആകണം, അപ്പോൾ ടൈം ആക്സിസിന് പാരലൽ ആകണം. സോ OA റെപ്രസെൻറ്റ്സ് യൂണിഫോം ആക്സിലറേഷൻ. ഈ ലൈനിൻ്റെ OA എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ഉള്ള ലൈനാണല്ലോ. AB എന്ന് പറയുന്ന ലൈനിൻ്റെ സ്ലോപ്പ് 0 ആണ്. സോ AB റെപ്രസെൻറ്റ്സ് എ യൂണിഫോം മോഷൻ. ഇനി BC നോക്കൂ, BC എന്നുള്ളത് ലൈന് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് സ്ലോപ്പുള്ള ലൈനാണ്. സ്ലോപ്പ് നെഗറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ കുറയുക, അതായത് വെലോസിറ്റി കുറഞ്ഞു വരികയാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ടൈമിനനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞു വരുന്ന ഭാഗം ഏതാണോ അതാണ് റിട്ടാർഡേഷൻ. സോ B മുതൽ C വരെ 7 മുതൽ 10 സെക്കൻഡ് വരെ നിങ്ങൾ നോക്കൂ. 7ാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റിയിൽ നിന്ന് വെലോസിറ്റി കുറഞ്ഞു 10ാമത്തെ സെക്കൻഡിൽ വെലോസിറ്റി 0 ആയി. സോ ദാറ്റ് മീൻസ് ഡ്യൂറിങ് B മുതൽ C വരെയുള്ള ഭാഗത്ത് സമയത്തിനനുസരിച്ച് വെലോസിറ്റി കുറയുന്നു. ദാറ്റ് ഈസ് റിട്ടാർഡേഷൻ. അതാണ് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. സമയത്തിനനുസരിച്ച് വെലോസിറ്റി കൂടുന്നു എങ്കിൽ നമ്മൾ അതിന് ആക്സിലറേഷൻ എന്ന് പറയും. വെലോസിറ്റി മാറുന്നില്ല, കോൺസ്റ്റന്റ് ആണെങ്കിൽ യൂണിഫോം മോഷനാണ്. അപ്പോൾ ഇവിടെ O മുതൽ A വരെയുള്ള ഭാഗത്ത് നിങ്ങൾ നോക്കൂ, 0 മുതൽ 2 സെക്കൻഡ് വരെയാണ്. അപ്പോൾ വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് സമയത്തിനനുസരിച്ച്, അത് ആക്സിലറേഷൻ. ഈ A മുതൽ B വരെ വെലോസിറ്റിക്ക് യാതൊരു മാറ്റവുമില്ല, സോ ആക്സിലറേഷൻ 0, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, അത് യൂണിഫോം മോഷൻ. B മുതൽ C വരെ വെലോസിറ്റി സമയത്തിനനുസരിച്ച് കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ലൈനിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്, അത് റിട്ടാർഡേഷൻ. അപ്പോൾ 3 ഉണ്ട് ഇതിൽ. യൂണിഫോം ആക്സിലറേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ പാർട്ട് OA ആണ്. യൂണിഫോം മോഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ AB ആണ്. യൂണിഫോം റിട്ടാർഡേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് BC ആണ്. സോ ദി ആൻസർ ഈസ് BC. റെപ്രസെൻറ്റ്സ് യൂണിഫോം റിട്ടാർഡേഷൻ എന്നാണ് ഈ ചോദ്യത്തിലുള്ളത്. സോ ആൻസർ ഈസ് BC. B to C റീജിയൻ ആണ് യൂണിഫോം റിട്ടാർഡേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഭാഗം. Now the second part is the numerical problem. അതാണ് നമ്മളിത് ചെയ്യേണ്ടത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് സെക്കൻഡ് പാർട്ടാണ്. ഒരു മാർക്കിന്റെ പ്രോബ്ലം ആണ്, വളരെ സിമ്പിൾ പ്രോബ്ലം. സോ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ പറഞ്ഞിട്ട്, ഡിസ്പ്ലേസ്മെന്റ് ഇൻ ടൈം 2 to 7 seconds. അപ്പോൾ 2 to 7 seconds ആണ് ഈ AB എന്ന് പറയുന്ന റീജിയനെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഈ AB വരെയുള്ള ഈ ഭാഗവും ടൈം ആക്സിസും കവർ ചെയ്യുന്ന ആ ഒരു ചതുരത്തിന്റെ ഏരിയ കാണണം. സോ യു ഹാവ് ടു ഫൈൻഡ് ഏരിയ ഓഫ് ദിസ് സെക്ഷൻ ABDE. സോ ദ ഏരിയ ABDE ആണ് ഡിസ്പ്ലേസ്മെന്റ്. സോ S is equal to AB എന്ന് പറഞ്ഞാൽ 7 minus 2. ഈ വീതി എന്ന് പറഞ്ഞാൽ ഇവിടെ 7 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ മീറ്റർ ആണ്. 7 സെക്കൻഡ് ആണ്, 7 സെക്കൻഡ്, ഇവിടെ 2 സെക്കൻഡ്. സോ 7 minus 2 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 6 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. സോ ഹൈറ്റ് ഈസ് 6. സോ 7 minus 2 into 6, that is 30 meter. So the answer is 30 meter. ഒരു മാർക്കേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം. ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് യു ദി ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ഐഡിയ ഉണ്ടാവണം. പക്ഷെ ഇവിടെയുള്ള ഒരു പ്രശ്നം, ഒന്നും അറിയാത്ത അത് മാത്രം പഠിച്ചു പോയ കുട്ടി എന്ത് ചെയ്യും, ചോദ്യത്തിലേക്ക് ഒന്നും നോക്കാതെ 2 second to 7 second ഒന്നും മൈൻഡ് ചെയ്യില്ല, മൊത്തം ഏരിയ അങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ ചെയ്യേണ്ട. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 2 സെക്കൻഡ് മുതൽ 2 സെക്കൻഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിലെ പോയിന്റ് A ആണ്, 7 സെക്കൻഡ് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫിലെ പോയിന്റ് B ആണ്. അപ്പോൾ A മുതൽ B വരെയുള്ള ഈ ഭാഗത്തിന്റെ അടിയിൽ വരുന്ന ഏരിയ ആണ് കാണുന്നത്. മൊത്തം ഗ്രാഫിൽ A to B സെക്ഷന്റെ അടിയിൽ വരുന്ന ഏരിയ, ദാറ്റ് വിൽ ബി എ റെക്ടാങ്കിൾ. സോ ദ ഏരിയ ഈസ് 7 minus 2 ഈ ഭാഗത്ത് വരും. ഇവിടെ 6 minus 0 എന്ന് പറഞ്ഞാൽ 6 തന്നെയാണ്. സോ 7 minus 2 into 6, സോ 5 into 6, that is 30 meter. ഈസി, ഒരു മാർക്കിന്റെ ഈസി ക്വസ്റ്റ്യൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദി ഫോളോയിങ് ഡയഗ്രാം. 2016 ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദി ഫോളോയിങ് ഡയഗ്രാം. സോ എന്നിട്ട് ദ ഫോഴ്സസ് F1 വെക്ടർ F1 വെക്ടർ F2 ആൻഡ് വെക്ടർ F3 ആർ ടുഗദർ കാൾഡ്. ഒന്നാമത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് അല്ല, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്.
ഇങ്ങനെ F1 F2 എന്ത് ചെയ്യുക ഫോഴ്സിന്റെ പ്രത്യേകത? ദിസ് ഈസ് 3 ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ സിംഗിൾ പോയിന്റ്. ഇത്തരം ഫോഴ്സുകൾ നമ്മൾ കൺകറന്റ് ഫോഴ്സുകൾ എന്നാണ് പറയുക. നിങ്ങളുടെ ഫോക്കസ് ഏരിയയിലൊന്നും ഉള്ളതല്ല, പഴയ ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതിൽ ക്വസ്റ്റ്യൻ അന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കൺകറന്റ് ഫോഴ്സസ് ആണ് ഉദ്ദേശിക്കുന്നത്. കൺകറന്റ് ഇതിന്റെ ആൻസർ, ഒന്നാമത്തേതിന് ആൻസർ ആർക്കെങ്കിലും അറിയില്ല എങ്കിൽ എഴുതി വെക്കാം. കൺകറന്റ് ഫോഴ്സസ് ആണ്. എന്താണ് കൺകറന്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു കോമൺ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ കൺകറന്റ് ഫോഴ്സസ് എന്ന് പറയും. ഒരു കോമൺ ലൈനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ നമ്മൾ കൊളീനിയർ ഫോഴ്സസ്, കൊളീനിയർ വെക്ടർ, കൺകറന്റ് വെക്ടർ എന്നും ഉപയോഗിക്കാറുണ്ട്. These 3 forces are acting at a common point, so such forces are called concurrent forces. Now calculate mass of the stone using parallelogram law of vector addition. ഇതിൽ ഒരു പാരലോഗ്രാം ലോന്റെ ഒരു നിങ്ങൾക്ക് കാണാം, പാരലോഗ്രാം ലോ ഇസ് ദർ. അത് ഉപയോഗിച്ച് ഈ സ്റ്റോണിൻ്റെ, ഇതൊരു സ്റ്റോൺ ആണ്, അൺനോൺ മാസാണ്, സ്റ്റോണിൻ്റെ മാസ് കാണാൻ. നിങ്ങൾ +2 ലാബൊക്കെ ശരിക്കും ചെയ്യുകയാണെങ്കിൽ ഇതേ സെറ്റപ്പിൽ നിങ്ങൾക്ക് അൺനോൺ സ്റ്റോണിൻ്റെ മാസ് കാണാനുള്ള എക്സ്പെരിമെൻറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ പേരും കൺകറന്റ് ഫോഴ്സസ് എന്നാണ് എക്സ്പെരിമെൻ്റ് പേര്. അതിന് ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് ഉണ്ട്, ഇതേപോലെ വരുന്നുണ്ട്, പുള്ളിയും വെയിറ്റ് ഹാങ്ങറുകളും ഒക്കെ ഉപയോഗിച്ചിട്ട് സ്ട്രിങ്ങിലൊക്കെ കെട്ടിയിട്ട് ചെയ്യുന്ന അപ്പാരറ്റസ് ഉണ്ട്. അത് ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരെ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. 2 minutes.
ഓക്കെ, എല്ലാവരും പോയോ? ആർ യു ദേർ? പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നുകൊണ്ട് പോയതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ഇപ്പോൾ ഇതിനകം ചെയ്തു നോക്കിയിട്ടുണ്ടാവും, ആൻസറും കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും ഞാൻ ഒന്നുകൂടി പറയാം, പെട്ടെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള കാര്യങ്ങൾ 3 ഫോഴ്സുകളാണ്. ഈ പോയിന്റ് ശ്രദ്ധിക്കുക, ഇവിടെ 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷനാണ്, മറ്റൊന്ന് ഈ ഇപ്പുറത്തെ സ്ട്രിങ്ങിലുള്ള ടെൻഷനാണ്, ഒന്ന് താഴേക്കുള്ള 3 സ്ട്രിങ്ങിലുള്ള ടെൻഷൻസ് ആണ് F1, F2, F3 എന്ന് മാർക്ക് ചെയ്ത്. ടെൻഷൻ ഫോഴ്സുകളാണ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ 3 സ്ട്രിങ്ങുകളും പുള്ളി വഴി താഴേക്ക് ഒരു വെയിറ്റ് ലോഡ് ചെയ്തുകൊണ്ട് ആ താഴെ തൂക്കിയിട്ട മാസുകളുടെ വെയിറ്റാണ് ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ. കാരണം ഇവിടെ ഈ 100 ഗ്രാം മാസിൽ താഴേക്കൊരു വെയിറ്റ് ഉണ്ട്. 100 ഗ്രാം ഇൻറ്റു mg എന്ന് പറയുന്ന ഒരു ഫോഴ്സ്, 100 ഗ്രാം ഇൻറ്റു 9.8. അപ്പോൾ അത്രയും ഫോഴ്സ് അവിടെ ഉണ്ടാവും. അതേപോലെ ഇവിടെ 150 ഗ്രാം ഇൻറ്റു 150 ഗ്രാം പറഞ്ഞാൽ കിലോഗ്രാം ആക്കണം, ഇൻറ്റു 9.8 എത്രയാണ്, അത്രയും ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ താഴേക്ക് ഉണ്ടാവും. ഇവിടെ ഈ സ്റ്റോണിൻ്റെ മാസ് എത്രയാണോ, ഇൻറ്റു 9.8 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ താഴേക്ക് ഉണ്ടാവും. ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ ഇവിടെ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സും ഇവിടെ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സും ഇവിടെ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സും 0 ആണ്. എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലും അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് 0 ആണ്. അപ്പോൾ ഇവിടെ ഓരോ ഫോഴ്സ് F2 എന്ന് പറയുന്ന ഫോഴ്സ് എന്തായിരിക്കും, ഇതിൻ്റെ വെയിറ്റ് ആയിരിക്കും. F1 എന്ന് പറയുന്ന ഫോഴ്സ് ഇതിൻ്റെ വെയിറ്റ് ആയിരിക്കും. ഈ പുറത്തെ മാസ് 150 ഗ്രാം മാസിൻ്റെ വെയിറ്റ് ആയിരിക്കും, ഇനി ഈക്വൽ ആയിരിക്കും F1 എന്ന് പറയുന്ന ഫോഴ്സ് ഓഫ് ടെൻഷൻ ഇൻ ദാറ്റ് സ്ട്രിങ്. ഈ സ്ട്രിങ്ങിലുള്ള ടെൻഷൻ ഫോഴ്സ് ഇതിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കുമല്ലോ. ഇവിടെ ഒരു പുള്ളി പ്രത്യേകിച്ച് ഇതിലേക്ക് ഫോഴ്സ് ഒന്നും ആഡ് ചെയ്യില്ല, ഫ്രിക്ഷനും നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഇവിടെ F2 എന്ന് പറയുന്ന ഫോഴ്സ് ഈ 100 ഗ്രാം മാസിൻ്റെ വെയിറ്റ് ആയിരിക്കും. F3 എന്ന് പറയുന്ന ഫോഴ്സ് ഈ സ്റ്റോണിൻ്റെ വെയിറ്റ് ആണ്. ഓക്കെ, അത്രയും ക്ലിയർ ആണല്ലോ. F3 ഈസ് ദി വെയിറ്റ് ഓഫ് ദി സ്റ്റോൺ. F1 is equal to the numerically equal to the weight of the 150 gram mass. F2 is numerically equal to the weight of the 100 gram mass. ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഇവിടെ തന്നിട്ടുണ്ട്. F2 എന്ന് പറയുന്നത് 0.1 × 9.8 ആണ് mg. 0.1 ഗ്രാം ആണ് 100 ഗ്രാം പറഞ്ഞാൽ. അപ്പോൾ 9.98 ന്യൂട്ടൺ എന്ന് കിട്ടി. F1 എന്ന് പറഞ്ഞാൽ m1g ആണ്. ദാറ്റ് ഈസ് 150 ഗ്രാം, ദാറ്റ് ഈസ് 0.15 × 9.8. അപ്പോൾ 1.47 ന്യൂട്ടൺ എന്ന് വരും. F3 ഈക്വൽ ടു mg ആണ്. m സ്റ്റോണിൻ്റെ മാസ് ആണെങ്കിൽ mg ആണ് F3. അതിന് നമുക്ക് F3 കിട്ടിയാൽ അതിന് m കാണാൻ പറ്റും. ഓക്കെ, സോ F1 + F2 + F3 is equal to 0. വെക്ടർ F1 + വെക്ടർ F2 + വെക്ടർ F3 equal to 0 because the system is in equilibrium. നെറ്റ് ഫോഴ്സ് 0 ആണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ ഇക്വിലിബ്രിയത്തിൽ റെസ്റ്റിൽ നിൽക്കില്ല, നെറ്റ് ഫോഴ്സ് 0 അല്ലെങ്കിൽ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് F1 + F2 is equal to -F3 എന്ന് എഴുതാം. ഇൻ വെക്ടർ ഫോം വെക്ടർ F1 + വെക്ടർ F2 is equal to -വെക്ടർ F3 എന്ന് എഴുതാം. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താലോ, മാഗ്നിറ്റ്യൂഡ് ഓഫ് F1 + F2 എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് F3 ആയിട്ട് എഴുതാം. മാഗ്നിറ്റ്യൂഡ് രണ്ട് സൈഡിൽ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് F1 + F2 is equal to മാഗ്നിറ്റ്യൂഡ് ഓഫ് F3. പക്ഷേ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് F1 + F2 പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് F1 + മാഗ്നിറ്റ്യൂഡ് ഓഫ് F2 അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, വെക്ടേഴ്സ് ആഡ് ചെയ്യുന്നത് പ്രത്യേക രീതിയിലാണ്. അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് F1 + F2 കാണാൻ നമുക്ക് വെക്ടറിന്റെ അഡീഷൻ നടത്തുന്ന മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഫോർമുല ഉണ്ട്. ദാറ്റ് ഈസ് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ F1 ഉം F2 പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു F3 ആണ്. അപ്പോൾ ആ മാഗ്നിറ്റ്യൂഡ് കിട്ടിയാൽ അതിൽ നിന്ന് F3 കണ്ടെത്താം. സോ F3 is equal to root of, ഇതാണ് പാരലലോഗ്രാം ലോയുടെ ഇക്വേഷൻ, F1² + F2² + 2F1 F2 cos θ. cos θ ഇവിടെ തന്നിട്ടുണ്ട് 90 ഡിഗ്രി എന്ന്. cos θ ആംഗിൾ 90 ഡിഗ്രിയും തന്നിട്ടുണ്ട്. സോ F3 is equal to root of 1.47², that is F1² + 0.98² + 0 എന്ന് വരും. കാരണം cos 90 0 ആണ്, θ 90 ഡിഗ്രിയാണ്, അതുകൊണ്ട് cos 90 0 ആണ്. അതുകൊണ്ട് ഈ 2F1 F2 cos θ എന്ന് പറയുന്ന 2F1 F2 cos θ എന്ന് പറയുന്ന ടേം 0 ആയി പോകും, ബിക്കോസ് cos 90 is 0. ഈ റൂട്ട് കണ്ടാൽ 1.77 ന്യൂട്ടൺ ആണ് F3 കിട്ടി. F3യുടെ മാഗ്നിറ്റ്യൂഡ്, F3യുടെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, mg ആണ്. അപ്പോൾ 1.77, m is equal to 1.77/g 9.8. അപ്പോൾ 1.77 g കൊണ്ട് ഹരിച്ചാൽ m കിട്ടും. ദാറ്റ് ഈസ് 181 ഗ്രാം അല്ലെങ്കിൽ 0.181 കിലോഗ്രാം എന്ന് എഴുതിയാൽ മതി. സോ ദാറ്റ് വിൽ ബി ദി ആൻസർ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണിത്, പക്ഷെ കുറച്ചൊന്ന് ആലോചിക്കേണ്ടതുണ്ടെന്നേ ഉള്ളൂ. നമുക്ക് നിങ്ങൾക്ക് 2 മാർക്കേ ഉള്ളൂ ഈ പ്രോബ്ലത്തിന്, 2 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. പ്രോബ്ലംസ് എപ്പോഴും അധികം അങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ അറിയുന്ന ഏതൊരാൾക്കും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. വളരെ സിമ്പിൾ, ഡയറക്റ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതേ ഉള്ളൂ. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ കുട്ടികൾ എപ്പോഴും വരുത്താവുന്ന ഒരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് നിർത്തും. F3 കണ്ടിട്ട് 1.77 ന്യൂട്ടൺ എന്ന് എഴുതിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യൂല. അങ്ങനെ എപ്പോഴും കാണാറുണ്ട്. 1.77 ന്യൂട്ടൺ എത്തുമ്പോഴേക്ക് പ്രോബ്ലം സോൾവ് ചെയ്തു എന്നുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ വരികയാണ്, അവിടെ വെച്ച് നിർത്തും. അപ്പോൾ ചിലപ്പോൾ 1/2 മാർക്കോ 1 മാർക്കോ ഒക്കെ കുറക്കും.
കാരണം അത് പോരാ, എം ആണ് ചോദിച്ചത്, എം ജി ആണ് നിങ്ങൾ കണ്ടത്, അതിനെ ജി കൊണ്ട് ഹരിക്കണം, അപ്പോഴാണ് മാസ് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഇവിടെയൊക്കെ ഈ ഫോഴ്സിന് പകരം ഇവിടെയൊക്കെ മാസ് വെച്ച് ചെയ്താലും, കാരണം m1g² + m2g² + 2m1g m2g cos θ എന്നുള്ളതാണ് ഇത് വരിക. അങ്ങനെ വരുമ്പോൾ ജി ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. m1² + m2² + 2m1 m2 cos θ എന്ന് വരും. ആ m1 m2 cos θ ടേം 0 ആയപ്പോൾ m1√m1² + √m2² എന്ന് എഴുതാം. അങ്ങനെ നേരിട്ട് കാണാനും പറ്റും. അപ്പോൾ ഇവിടെ f3 ആവില്ല, ഇവിടെ m3 ആവും. m3 = √m1² + m2² എന്ന് എഴുതാം. അങ്ങനെ ചെയ്താലും കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്തു. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ ഫോർ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ time period t is equal to 2 seconds. Displacement from the mean position is 10 centimeter. Calculate instantaneous acceleration. സിമ്പിൾ SHM-ന്റെ കേസുള്ള പ്രോബ്ലം ആണ്, ഓസിലേഷൻ എന്നുള്ള പ്രോബ്ലം ആണ്. വളരെ സിമ്പിളാണ്. ടൈം പീരീഡ് ടി തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഫ്രം മീൻ പൊസിഷൻ ഈസ് 10 സെന്റിമീറ്റർ. ആക്സിലറേഷൻ ആണ്, ആ ഇൻസ്റ്റന്റുള്ള ആക്സിലറേഷൻ ആണ് കാണാൻ. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആണ്. മീൻ പൊസിഷനിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. മീൻ പൊസിഷനിൽ നിന്ന് ഏതൊരു ഭാഗത്തേക്ക് 10 സെന്റിമീറ്റർ ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് ടൈം പീരീഡ് ആണ്. സോ വി ആർ പ്രൊവൈഡഡ് വിത്ത് ടൈം ടി ഈക്വൽ ടു 2 seconds. x is equal to 10 centimeter. 10 centimeter ആണ് 0.1 meter. 10 centimeter ഡിസ്പ്ലേസ്മെന്റ്, x is equal to ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 10 centimeter. ആക്സിലറേഷൻ കാണും. ആ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷനിൽ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണ് നമുക്കറിയാം. സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വരെ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണത്. a = -ω²x. -ω²x. അപ്പോൾ -ω² × x is the displacement. x നമുക്കറിയാം 0.1 meter. ω² അറിയാമെങ്കിൽ, ഒമേഗയും അറിയാമെങ്കിൽ ആക്സിലറേഷൻ ഈസി ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒമേഗ കാണണം, then you will get the acceleration. ഒമേഗ കാണാൻ വേണ്ടി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ടൈം പീരീഡ് തന്നിട്ടുണ്ട്. സോ യു ഷുഡ് നോ ദി റിലേഷൻ ബിറ്റ്വീൻ ടൈം പീരീഡ് ടി ആൻഡ് ഒമേഗ. ടിയും ഒമേഗയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയണം. സോ a = -ω²x is the equation through which you can find a. കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, പക്ഷെ അതിന് കാണാൻ ഒമേഗ കിട്ടണം. സോ ω is equal to 2π/t. ഈ റിലേഷൻഷിപ്പും ഓർത്തിരിക്കണം. സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയാലും സർക്കുലർ മോഷൻ ആയാലും ഒക്കെ, യൂണിഫോം സർക്കുലർ മോഷൻ ആയാലും ഒക്കെ ω is equal to 2π/t. അത് മറക്കരുത്. സോ ω 2π/t എന്നുള്ള ടൈം പീരീഡ് ആണ്, ടോട്ടൽ ടൈം പീരീഡ് ആണ്. അപ്പോൾ 2π എന്ന് പറഞ്ഞാൽ 6.28 ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുന്നത് 2 സെക്കൻഡ്. ടൈം പീരീഡ് 2, അപ്പോൾ 3.14 radians/second എന്ന് കിട്ടിയ ഒമേഗ. ഇനി ഒമേഗയോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, എക്സിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വിൽ ഗെറ്റ് ദി ആൻസർ. സോ a = -ω²x - 3.14² × 10.1, ദാറ്റ് ഈസ് 0.986 meters/second. ഇറ്റ് ഈസ് മൈനസ്. എക്സ് പ്ലസ് ആണല്ലോ, അപ്പോൾ ഒമേഗ മൈനസ് ആണ്. ഇവിടെ മൈനസ് എടുക്കണം, ആക്സിലറേഷൻ കറക്റ്റ് ചെയ്യാം. So it is -0.986 meter/second. ഓക്കെ, ഒമേഗ പ്ലസ് എക്സ് പ്ലസ് ആകുമ്പോൾ ആക്സിലറേഷൻ നെഗറ്റീവ് ആവും, എക്സ് നെഗറ്റീവ് ആകുമ്പോൾ ആക്സിലറേഷൻ പോസിറ്റീവ് ആവും. കാരണം ആക്സിലറേഷൻ ഈസ് ഓൾവേസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദി ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം. സോ a = -ω²x ഉപയോഗിച്ച് -9.86 meter/second² എന്ന് കിട്ടും ആക്സിലറേഷൻ. ഓക്കെ, സോ 3p ω², ദാറ്റ് ഈസ് 3.14 എന്ന് കിട്ടും. 3.14 ഹോൾ സ്ക്വയർ into 0.1 meter. So that is equal to -0.986 meter/second². Okay. So next question.
അപ്പോൾ നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് 2016 ഇമ്പ്രൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു. 2016 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഇപ്പോൾ ഉള്ളത്. So a man of mass 60 kg carries a stone of mass 20 kg to top of a multi-storied building of height 50 meter. Calculate the total energy spent by him. ചോദ്യതാണ്. 60 കിലോഗ്രാം ഭാരമുള്ള ഒരു മനുഷ്യൻ 20 കിലോഗ്രാം ഭാരമുള്ള ഒരു സ്റ്റോണുമായിട്ട് 50 മീറ്റർ ഉയരത്തിലേക്ക് പോകുന്നു, കയറി പോകുന്നു. 50 മീറ്ററാണ് അയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്നർത്ഥം. അപ്പോൾ അയാൾ മുകളിലേക്ക് എത്തിച്ച ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 60 + 20 80 കിലോഗ്രാം ആണ് അയാൾ മുകളിൽ എത്തിച്ചത്. 80 കിലോഗ്രാം മുകളിൽ എത്തിക്കാൻ ആവശ്യമായ എനർജി എത്ര അയാൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും? സോ അയാൾ സ്പെൻഡ് ചെയ്യുന്ന എനർജിയാണ് ഉപയോഗിച്ചിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമായ വർക്ക് കണ്ടെത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ചോദ്യത്തിന് നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാം. ഈ മുകളിലേക്ക് കയറാൻ ഇയാൾ മൊത്തത്തിൽ ചെയ്യേണ്ട വർക്ക് എത്രയാണ്? മുകളിലേക്ക് കയറാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇയാൾ ചെയ്യേണ്ട വർക്ക് എത്രയാണ്? സോ വെയിറ്റ് ഓഫ് ദി മാൻ ഈസ് 60 × 9.58 ന്യൂട്ടൺ. വെയിറ്റ് ഓഫ് ദി സ്റ്റോൺ ഈസ് mg. രണ്ടും mg ആണ് ഇക്വേഷൻ. 20 × 9.8 ദാറ്റ് ഈസ് 196. ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 784 ന്യൂട്ടൺ. മൊത്തം അയാൾ മുകളിലേക്ക് എത്തി മൊത്തം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 784 ന്യൂട്ടൺ ആണ്. ഓക്കെ, 784 ന്യൂട്ടൺ എങ്കിലും അയാൾ മുകളിലേക്ക് ഫോഴ്സ് കൊടുത്താലേ അയാൾക്ക് മുകളിലേക്ക് ഈ വെയിറ്റുകൾ എത്തിക്കാൻ പറ്റുള്ളൂ. സോ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട് 50 മീറ്റർ. സോ എനർജി സ്പെൻഡ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഇയാൾ ഇതിന് ചെയ്യേണ്ട വർക്ക് ചെയ്യാനാണ് ഇയാൾ എനർജി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇയാളുടെ എനർജി സ്പെൻഡ് ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വർക്ക് ഡൺ കണ്ടാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദി എനർജി ഡൺ ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദി പൊട്ടൻഷ്യൽ എനർജി, ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദാറ്റ് ബോഡി പ്ലസ് സ്റ്റോൺ. അപ്പോൾ വർക്ക് ഡൺ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെന്റ്. സോ വെരി സിമ്പിൾ. 784 ആണ് ഫോഴ്സ്, ഡിസ്പ്ലേസ്മെന്റ് 50 ആണ്. സോ 39200 ജൂൾസ് എന്നത്. സോ ഈ ഐഡിയ ആണ് അവിടെ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യേണ്ടത്. ഇയാളുടെ ഒക്കെ ചിലവാകുന്ന എനർജി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അയാൾ വർക്ക് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ, അയാളുടെ ശരീരത്തെയും ആ കല്ലിനെയും അടങ്ങുന്ന മൊത്തം ഭാരം മുകളിൽ എത്തിക്കാൻ അയാൾ ചെയ്യുന്ന വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എനർജി സ്പെൻഡ് ആകുന്നത്. ആ എനർജി എന്തായിട്ട് മാറും? ലാസ്റ്റ് മുകളിലെത്തുമ്പോൾ ഈ കല്ല്, സ്റ്റോൺ പ്ലസ് ദിസ് ബോഡി, ആ പേഴ്സൺ പ്ലസ് സ്റ്റോൺ എന്നുള്ള സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ എനർജിയിൽ വർധനവുണ്ടാകും. പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് ഫൈനലി മാറുക. അയാൾക്ക് നഷ്ടപ്പെട്ട എനർജി അയാൾ സ്പെൻഡ് ചെയ്ത, അയാളുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വെച്ച എനർജിയിൽ, കെമിക്കൽ എനർജിയിൽ നിന്ന് അയാൾ സ്പെൻഡ് ചെയ്യുന്നത് ഈ കല്ലിൻ്റെയും അയാളുടെയും പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും ലാസ്റ്റ് മുകളിലെത്തുമ്പോൾ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അയാൾ സ്പെൻഡ് ചെയ്തത്? വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഐഡിയ ഉണ്ടായാൽ വർക്ക് ഡൺ കണ്ടാൽ മതി. പ്രോബ്ലത്തിന് ആൻസർ കിട്ടണമെങ്കിൽ യു ഷുഡ് കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് ദി 60 + 20 കിലോഗ്രാം ടു എ ഹൈറ്റ് ഓഫ് 50 മീറ്റർ. അതാണ് പ്രോബ്ലത്തിൽ കാണേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ ദാറ്റ്സ് എ സിമ്പിൾ പ്രോബ്ലം. നോക്കൂ, 2 മാർക്കാണ് പ്രോബ്ലത്തിനുള്ളത്. സോ ദിസ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചൊരു ലെങ്തിയാണ്. എ ഹോൾ ഈസ് ഡ്രിൽഡ് ഇൻ എ കോപ്പർ ഷീറ്റ്. ദ ഡയമീറ്റർ ഓഫ് ദി ഹോൾ ഈസ് 4.24 സെന്റിമീറ്റർ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. 27 ഡിഗ്രി സെൽഷ്യസിലാണ് ഹോൾ ഡ്രിൽ ചെയ്തത്. അപ്പോൾ അതിന്റെ ഡയമീറ്റർ 4.24 സെന്റിമീറ്റർ ആണ്. What is the change in diameter of the hole when the sheet is heated to 227 degrees Celsius? അപ്പോൾ 227 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഈ ഷീറ്റ് ഹീറ്റ് ചെയ്തു, ചൂടായി. അപ്പോൾ ആ ഹോളിന്റെ ഡയമീറ്ററിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് എത്രയാണ്? മാറ്റം എത്രയാണ്? കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഫോർ കോപ്പർ ഷീറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോപ്പറിന്റെ ആൽഫ എൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. 1.7 × 10⁻⁻5 പെർ ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് ഹോൾ റേസ് ടു -1, അതാണ് പെർ ഡിഗ്രി സെൽഷ്യസ്. അത് ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് ഓഫ് ടെമ്പറേച്ചറിന്റെ, ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് ഓഫ് ടെമ്പറേച്ചറിന്റെ ഒരു യൂണിറ്റ് ആണ് പെർ ഡിഗ്രി സെൽഷ്യസ്. അത് പരീക്ഷയ്ക്ക് അത് തന്നെ ചോദിക്കാറുണ്ട്. ഈ പ്രോബ്ലം ഒക്കെ, ഇങ്ങനത്തെ പ്രോബ്ലം കാണുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് സം ടൈം, അതായത് ചെയ്തു വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത്തരം പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്താണ് കാരണം? നിങ്ങൾ നോക്കൂ, ചോദിച്ചത് എന്താണ്? ഡയമീറ്ററിലുള്ള ഇൻക്രീസ് കാണാനാണ്. തന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ ഉള്ള ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഇപ്പോൾ ഉള്ള ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ഫൈനൽ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്, ആൽഫ എൽ കോഎഫിഷ്യന്റ് ഓഫ് തെർമൽ എക്സ്പാൻഷനും തന്നിട്ടുണ്ട്.
അപ്പോൾ ഇതായത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിൽ തെർമൽ എക്സ്പാൻഷൻ എന്നുള്ള ഭാഗവുമായി ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയ എന്ന് വരുന്ന ഒരു പരിധിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സർസൈസിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾക്കറിയാം ഹീറ്റ് ചെയ്യുമ്പോൾ ഷീറ്റ് എക്സ്പാൻഡ് ചെയ്യും, ഷീറ്റ് എല്ലാ ഭാഗത്തേക്കും പുറത്തേക്ക് എക്സ്പാൻഡ് ചെയ്യും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഹോളിന്റെ ഡയമീറ്റർ സ്വാഭാവികമായും വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ച ഡയമീറ്റർ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ തുടക്കത്തിലുള്ള വർധനവ് കാണണമെങ്കിൽ അതിന്റെ എത്ര തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് വേണം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താണ്? തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ് ആൽഫ എൽ ഇസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഇൻറ്റു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് ആൽഫ എൽ ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ എടുത്തുള്ളത്. അതിൽ നിന്ന് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഡയമീറ്റർ അങ്ങനെ നേരെ വെച്ചിട്ട് ഈ ഡയമീറ്റർ അത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? ഇവിടെ ഏരിയയാണ് എക്സ്പാൻഡ് ചെയ്തത്. സോ ഏരിയ എക്സ്പാൻഷനുള്ള ഇക്വേഷനാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഏരിയ എക്സ്പാൻഷനുള്ള ഇക്വേഷനെ ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നേരെ ഡയമീറ്ററിന്റെ ഇനീഷ്യൽ ഡയമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ഡയമീറ്റർ കാണാൻ ഡയമീറ്ററിന്റെ ഒരു ലീനിയർ ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തിട്ട് ഇതേ ഇക്വേഷനിൽ ഇപ്പോൾ ഉള്ള ഡയമീറ്ററിന് എൽ എന്നും ഡെൽറ്റ എൽ ഇൻക്രീസ് ഇൻ ഡയമീറ്റർ ആയിട്ടും സങ്കല്പിച്ചിട്ട് ഡെൽറ്റ എൽ കണ്ടെത്താൻ ശ്രമിച്ചാൽ തെറ്റിപ്പോകുമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ദിസ് ഈസ് എ ഷീറ്റ്. അപ്പോൾ ആ കോപ്പർ ഷീറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഏരിയയാണ് വർദ്ധിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഹോളിന്റെ ഡയമീറ്റർ അല്ല, ഡയമീറ്റർ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വർദ്ധിക്കുന്ന ആ ഹോളിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ആ ഹോളിന്റെ ഏരിയ ആണ് വർദ്ധിക്കുകയാണ്. ഹോളുള്ള റീജിയന്റെ ഏരിയയും വർദ്ധിക്കും. ഈ ഷീറ്റിന്റെ മൊത്തം ഏരിയ വർദ്ധിക്കുകയാണ്. അപ്പോൾ ഏരിയ എക്സ്പാൻഷൻ ആയിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഇതിൽ തന്നത് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ്. ബട്ട് ദിസ് പ്രോബ്ലം ഷുഡ് ബി considered as an expansion on area, thermal expansion of in area of the sheet. അപ്പോൾ ഏരിയ എക്സ്പാൻഷനുള്ള ഇക്വേഷൻ ആണ് ആദ്യം നിങ്ങൾ എഴുതേണ്ടത്, മനസ്സിലാക്കണം. അപ്പോൾ ആൽഫ എക്കുള്ള ഇക്വേഷൻ എഴുതുക. ആൽഫ എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ, ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ഏരിയ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഏരിയ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഏരിയ എ ഇൻറ്റു ഡെൽറ്റ ടി. ആൽഫ എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഡെൽറ്റ ടി. ഇതാണ് ഇക്വേഷൻ. പക്ഷെ ആൽഫ എ നമുക്ക് അറിയില്ല, ആൽഫ എൽ തന്നിട്ടുള്ളൂ. ആൽഫ എൽ തന്നാൽ ആൽഫ എ കാണണം. എങ്ങനെ കാണാം? we know the relation between alpha L, alpha A and alpha B. That is alpha A is equal to 2 into alpha L, alpha B is equal to 3 into alpha L. The relation between three thermal expansion coefficients. അതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. അത് പ്രൂവ് ചെയ്യാനും പഠിപ്പിച്ചിട്ടുണ്ട്. ആൽഫ എൽ ഈസ് ടു ആൽഫ എ ഈസ് ടു ആൽഫ ബി ഈസ് ഈക്വൽ ടു 1 ഈസ് ടു 2 ഈസ് ടു 3. അപ്പോൾ ഇവിടെ ആൽഫ എൽ തന്നാൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ആൽഫ എ കാൽക്കുലേറ്റ് ചെയ്യാം, വിച്ച് വിൽ ബി ട്വൈസ് ദി ആൽഫ എൽ. സോ ആൽഫ എ ഈക്വൽ ടു ആൽഫ എൽ ബി 2 ഇൻറ്റു ആൽഫ എൽ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് ആൽഫ എ കാണണം. സോ വൺസ് യു നോ ആൽഫ എ, യു യൂസ് ദി ഇക്വേഷൻ ആൽഫ എ ഈസ് ഈക്വൽ ടു ഏത് ഇക്വേഷനാണ്? ആൽഫ എയുടെ ഡിഫൈനിങ് ഇക്വേഷൻ ഉപയോഗിച്ച് ഇൻക്രീസ് ഇൻ ഏരിയ കാണണം. ഈ ഷീറ്റിന്റെ ഏരിയയിലുള്ള ഇൻക്രീസ് എത്രയാണെന്ന് കാണണം. ഓക്കെ, ഷീറ്റിന്റെ ഏരിയ അല്ല, ഈ സർക്കിളിന്റെ ഈ ഹോളിന്റെ ഏരിയയിലുള്ള എക്സ്പാൻഷൻ എത്രയാണെന്ന് കാണും. ഏരിയ എത്രയാണ് വർദ്ധിച്ചതെന്നാണ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇൻക്രീസ് ഇൻ ഏരിയ നിങ്ങൾക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻക്രീസ് ഇൻ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒറിജിനൽ ഏരിയ വേണം. ഒറിജിനൽ ഏരിയ ഡയമീറ്റർ ഉണ്ടെങ്കിൽ പൈ ആർ സ്ക്വയർ ഉപയോഗിച്ചിട്ട്, ഡയമീറ്ററിന്റെ പകുതിയാണ് റേഡിയസ്, സോ പൈ ആർ സ്ക്വയർ ഉപയോഗിച്ച് ഈ ഒറിജിനൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. ഒറിജിനൽ ഏരിയ അറിയാമെങ്കിൽ ഈ ഇക്വേഷൻ ആൽഫ എ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ ഇൻക്രീസ് ഇൻ ഏരിയ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഏരിയ ഇൻറ്റു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എ ഡെൽറ്റ ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡെൽറ്റ എ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡെൽറ്റ എ വിൽ ഗിവ് യു ദി ഇൻക്രീസ് ഇൻ ഏരിയ. ഇഫ് യു നോ ഡെൽറ്റ എ, യു ഹാവ് ദി ഇക്വേഷൻ ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ R2 സ്ക്വയർ അല്ലെങ്കിൽ പൈ D2 സ്ക്വയർ ബൈ 4 ഡയമീറ്റർ ആണെങ്കിൽ. അത് ഉപയോഗിച്ച് ഏരിയ കിട്ടിയാൽ നിങ്ങൾക്ക് അതിന് ഫൈനൽ റേഡിയസ് അല്ലെങ്കിൽ ഫൈനൽ ഡയമീറ്റർ കാണാൻ പറ്റും. ഫൈനൽ ഡയമീറ്റർ കണ്ടാൽ ഫൈനൽ ഡയമീറ്റർ മൈനസ് ഇനീഷ്യൽ ഡയമീറ്റർ വിൽ ഗിവ് യു ദി ചേഞ്ച് ഇൻ ഡയമീറ്റർ, ഇൻക്രീസ് ഇൻ ഡയമീറ്റർ. ഇത്രയും ചെയ്യണം ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, നമുക്ക് ചെയ്തു തുടങ്ങാം. സോ തന്നിരിക്കുന്നത് D1 ആദ്യമുള്ള ഡയമീറ്റർ 4.24 സെന്റിമീറ്റർ, R1 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആദ്യത്തെ റേഡിയസ് 2.12 സെന്റിമീറ്റർ, R2 മൈനസ് R1 ആക്ച്വലി ഇറ്റ് ഈസ് D2 മൈനസ് D1 ആണ് കാണേണ്ടത്. R2 മൈനസ് R1 അല്ല, അത് മാറ്റണം നമുക്ക്. D2 മൈനസ് D1 ആണ് കാണേണ്ടത്.
സോ d2 മൈനസ് d1 ആണ് കാണേണ്ടത്. ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഡയമീറ്റർ അതല്ല ചോദിച്ചത്. വെൻ ഷീറ്റ് ഇസ് ചേഞ്ച് ഇൻ ഡയമീറ്റർ, ദാറ്റ് ഇസ് d2 മൈനസ് d1. T1 തന്നിട്ടുണ്ട് 27 ഡിഗ്രി സെൽഷ്യസ്, T2 തന്നിട്ടുണ്ട് 227 ഡിഗ്രി സെൽഷ്യസ്. ഓൾ ദീസ് ആർ ഗിവൺ. സോ ആൽഫ എല്ലും തന്നിട്ടുണ്ട് 1.7 ഇൻറ്റു 10⁻⁻5 പെർ ഡിഗ്രി സെൽഷ്യസ്. ഇനി നമ്മൾ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എത്രയാണെന്ന് കാണാം. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു T2. ഇവിടെ കെൽവിനിലെടുത്താലും സെൽഷ്യസിലെടുത്താലും ഒരേ ആൻസർ ആണ് കിട്ടുക. 227 ഡിഗ്രി മൈനസ് 27, ദാറ്റ് ഈസ് 200 ഡിഗ്രി സെൽഷ്യസ്. ഏതും എടുക്കാം ഈ കേസിൽ. ഇവിടെ നോക്കൂ നിങ്ങൾ, പെർ ഡിഗ്രി സെൽഷ്യസ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിൽ എടുത്തു. അപ്പോൾ T2 മൈനസ് T1 ഇസ് ഈക്വൽ ടു 200 ഡിഗ്രി സെൽഷ്യസ്. ടെമ്പറേച്ചർ കിട്ടി, ഡെൽറ്റ ടി കിട്ടി, ആൽഫ എൽ കിട്ടി. ആൽഫ എൽ കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഏരിയ എക്സ്പാൻഷൻ ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ആൽഫ എ കാണണം. ആൽഫ എ ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആൽഫ എൽ ചെയ്തു. അപ്പോൾ ആൽഫ എ കിട്ടി. സോ യു ഹാവ് ആൽഫ എ ഡെൽറ്റ ടി. ഇത്രയും കാര്യങ്ങൾ. ഏരിയ ഓഫ് ദി ഷീറ്റ് എക്സ്പാൻഡ്സ്, സോ ഏരിയ ഓഫ് ദി ഹോൾ എക്സ്പാൻഡ്സ്. ഇതാണ് ഐഡിയ. ഏരിയ ഓഫ് ദി ഷീറ്റ് എക്സ്പാൻഡ്സ്, നോട്ട് ഓൺലി ദി ലെങ്ത് ഓർ ബ്രെഡ്ത്ത്, ബട്ട് ഏരിയ എക്സ്പാൻഡ്സ്. സോ ഏരിയ ഓഫ് ദി ഹോൾ എക്സ്പാൻഡ്സ്. സോ ഇനീഷ്യൽ ഏരിയ ആരുടെ ഏരിയ ആണ്? ഷീറ്റിന്റെ അല്ല, ഹോളിന്റെ ഇനീഷ്യൽ ഏരിയ ആണ്. സോ ദാറ്റ് ഈസ് A1 ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു R1 സ്ക്വയർ. സോ ആൽഫ എ ഇസ് ഈക്വൽ ടു ഡെൽറ്റ A1 ഡിവൈഡ് ബൈ A1 ഡെൽറ്റ ടി. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ആണ്. ദിസ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് ദി തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യന്റ്. ഏരിയ ആണെങ്കിൽ ഇവിടെ ഡെൽറ്റ ഏരിയാസ് വരും. വോളിയം ആണെങ്കിൽ ഇവിടെ വോളിയം എടുക്കണം. ലെങ്ത് ആണെങ്കിൽ ഇവിടെ ലെങ്ത് എടുക്കണം. അത്രേ ഉള്ളൂ. കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആൽഫ എല്ലും ആൽഫ എയും ആൽഫ ബിയും വരും. സോ ആൽഫ എ ഇസ് ഈക്വൽ ടു ഡെൽറ്റ A1, ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ഏരിയ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഏരിയ, ഇനീഷ്യൽ ഏരിയ A1 ഇൻറ്റു ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി. അതിൽ നിന്ന് ഡെൽറ്റ A1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡെൽറ്റ A1 ഇക്വേഷൻ എഴുതാം. വാല്യൂസ് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത്തരം പ്രോബ്ലംസിലൊക്കെ എപ്പോഴും നല്ലതാണ്. സോ ഡെൽറ്റ A1 ഇസ് ഈക്വൽ ടു ആൽഫ എ A1 ഡെൽറ്റ ടി. കിട്ടിയല്ലോ ഇക്വേഷൻ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ഡെൽറ്റ A1. അപ്പോൾ ആൽഫ എ എന്ന് പറയുന്നത് ആൽഫ 2 ഇൻറ്റു ആൽഫ എൽ ആണ്. നമുക്കറിയാം ആൽഫ എ ഇസ് ഈക്വൽ ടു ആൽഫ എൽ. അപ്പോൾ അതിന് പകരം ഞാൻ എന്ത് എഴുതി? ആൽഫ എക്ക് പകരം 2 ആൽഫ എൽ A1 ഡെൽറ്റ ടി എന്ന്. ക്ലിയർ? അപ്പോൾ ആൽഫ ഡെൽറ്റ A1 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇൻക്രീസ് ഇൻ ഏരിയ കിട്ടി. സോ ഡെൽറ്റ A1 ഇസ് ഈക്വൽ ടു ഇങ്ങോട്ടാണ്. ഡെൽറ്റ A1 ഇസ് ഈക്വൽ ടു 2 ആൽഫ എൽ A1 ഡെൽറ്റ ടി. ക്ലിയർ? ഇനി A1 എന്താണ്? പൈ R1 സ്ക്വയർ ആണ്. A1 എന്ന് പറയുന്നത് പൈ R1 സ്ക്വയർ ആണ്. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2 ആൽഫ എൽ പൈ R1 സ്ക്വയർ ഡെൽറ്റ ടി ആയി. അപ്പോൾ ഡെൽറ്റ A1 കാണേണ്ട എല്ലാ വാല്യൂസും ഇവിടെ ഉണ്ട്. ഡെൽറ്റ ടി അറിയാം, R1 അറിയാം, ആൽഫ എൽ അറിയാം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നേരെ നിങ്ങൾക്ക് ഡെൽറ്റ A1 കാണാം. ഇനി ഡെൽറ്റ A1 എന്താണ്? പൈ R1 സ്ക്വയർ പൈ R2 സ്ക്വയർ മൈനസ് പൈ R1 സ്ക്വയർ ആണ്. ഇഫ് R2 ഈസ് ദി ഫൈനൽ ഡയമീറ്റർ ആഫ്റ്റർ ദി എക്സ്പാൻഷൻ, അപ്പോൾ ഏരിയ ഓഫ് ദി ഹോൾ ആഫ്റ്റർ ദി എക്സ്പാൻഷൻ ഈസ് പൈ R2 സ്ക്വയർ. ഇനീഷ്യൽ ഏരിയ വാസ് പൈ R1 സ്ക്വയർ. സോ ഇൻക്രീസ് ഇൻ ഏരിയ ഓർ ചേഞ്ച് ഇൻ ഏരിയ ഈസ് പൈ R2 സ്ക്വയർ മൈനസ് പൈ R1 സ്ക്വയർ. അതാണ് ഡെൽറ്റ A1. ഇപ്പോൾ ഡെൽറ്റ A1 നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആൻഡ് ആക്ച്വലി ഇറ്റ് ഈസ് പൈ R2 സ്ക്വയർ മൈനസ് പൈ R1 സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടിനെ ഇക്വേറ്റ് ചെയ്യുക. ഡെൽറ്റ A1 പകരം പൈ R2 സ്ക്വയർ മൈനസ് പൈ R1 സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പൈ R2 സ്ക്വയർ മൈനസ് പൈ R1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ആൽഫ എൽ ഇൻറ്റു പൈ R1 സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ടി. ഇപ്പോൾ പൈ എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നോക്കിയിട്ട് R2 സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഈ പൈ ക്യാൻസൽ ചെയ്യാം. അതേപോലെ ഇവിടെ മൈനസ് R1 സ്ക്വയർ നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. കാരണം R1 വാല്യൂ നമുക്ക് അറിയുന്നതാണ്. സോ R2 സ്ക്വയർ ഇസ് ഈക്വൽ ടു R1 സ്ക്വയർ പ്ലസ് 2 ആൽഫ എൽ R1 സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ ടി. ഓക്കെ. So R2 square is equal to R1 square plus 2 alpha L into R1 square into delta T. So R2 square is equal to R1 square, ഇവിടെ R1 square ഇവിടെ R1, ഞാൻ കോമൺ ആയിട്ട് എടുത്തു. സോ R2 square is equal to R1 square into, പിന്നെ ഇവിടെ 1 ആണ് ഉണ്ടാവുക, 1 പ്ലസ് ഇവിടെ R1 square പോയാൽ 2 ആൽഫ എൽ ഡെൽറ്റ ടി, 2 ആൽഫ എൽ ഡെൽറ്റ ടി. അപ്പോൾ R2 സ്ക്വയർ R1 സ്ക്വയർ. സോ R2 is equal to, ഇതിൻ്റെ റൂട്ട് എടുക്കുക, R2 is equal to R1 into root of 1 plus 2 alpha L delta T. അപ്പോൾ ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ലാസ്റ്റ് ആണ് ഞാൻ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് പ്രയാസമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഡെൽറ്റ A1 ഈക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണാം. ഡെസിമൽ പ്ലേസ് നന്നായിട്ട് 4-5 ഡെസിമൽ പൊസിഷൻ കീപ്പ് ചെയ്യണം. കാരണം ചെറിയ മാറ്റേ ഉണ്ടാവുള്ളൂ, വളരെ ചെറിയ ഇൻക്രീസ് ഏരിയയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡെസിമൽ പ്ലേസ് നന്നായിട്ട് 3-4 പൊസിഷനിൽ കീപ്പ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 3 or 4 ഡെസിമൽ പോയിന്റ്സ് കീപ്പ് ചെയ്യണം. ഇത്തരം പ്രോബ്ലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ചെറിയ ഇൻക്രീസേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഡെസിമൽ പ്ലേസ് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട്, ആദ്യം തന്നെ ഒരു ഡിജിറ്റിലേക്കൊക്കെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫൈനൽ ഏരിയയും ഇനീഷ്യൽ ഏരിയയും വന്ന് തന്നെ കിട്ടും.
അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 2-3 പൊസിഷനിലേക്ക്, അത് ലാസ്റ്റ് ചെയ്താൽ അത്ര പ്രശ്നം വരില്ല. അങ്ങനെ ചെയ്താൽ ഇവിടെ ഡെൽറ്റ A1 ഇങ്ങനെ കാണാം. പിന്നെ ഈ പൈ ഡെൽറ്റ A1ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ A1 ഡെൽറ്റ A1 പറഞ്ഞാൽ പൈ ഇൻക്രീസ് ഇൻ ഏരിയ കാണാം. അത് കണ്ടാൽ ഇനീഷ്യൽ ഏരിയ ഇവിടെ പൈ R1² കണ്ടിട്ട് കാണാം. പൈ R1² കണ്ടിട്ട് അതിലേക്ക് ഈ ഡെൽറ്റ A1 കൂട്ടിക്കഴിഞ്ഞാൽ ഫൈനൽ ഏരിയ കിട്ടും. ഫൈനൽ ഏരിയ കിട്ടിയാൽ അത് പൈ R2² ആണ്. അതിനെ ഡിവൈഡഡ് ബൈ പൈ ചെയ്താൽ R2² കിട്ടും. അതിൻ്റെ റൂട്ട് എടുത്താൽ R2 കിട്ടും. അങ്ങനെയും R2 കാണാം. ഇവിടെ ഞാൻ നേരിട്ട് ഇക്വേഷൻസ് മാത്രം ഉപയോഗിച്ച് ലാസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇത് ഒന്നും ഈസിയാണ്, കുറേ കൂടിയും റിസൾട്ട് കറക്റ്റായിട്ട് വരും. സോ R2 is equal to R1 into root of 1 plus 2 alpha delta t എന്നുള്ളതിലെത്തി. ഇനി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R2 കണ്ടെത്തി നമുക്ക് D2 കാണാം, അതിൻ്റെ ഇരട്ടിയാണ്. D2 കിട്ടിയാൽ D2 minus D1 കാണാം. So 2.12 into root of 1 plus 2.2 into 1.7 into 10 raised to minus 5 into 200. ഇത് ചെയ്താൽ, ഇത് മൊത്തം ചെയ്താൽ 2.127 എന്ന് വരും. ഓക്കെ, D1 എത്രയായിരുന്നു? R1 എത്രയായിരുന്നു? 2.12 സെന്റിമീറ്റർ. R2 എന്ന് പറയുന്നത് 2.127 സെന്റിമീറ്റർ. ഇവിടെ R2 is equal to R1 into root of 1 plus 2 alpha L delta t എന്നുള്ള ഇക്വേഷനിൽ R2 R1 സെന്റിമീറ്ററിൽ കൊടുക്കണോ മീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. ഏതിൽ ചെയ്താലും കുഴപ്പമില്ല. R1 നിങ്ങൾ മീറ്ററിലാണ് കൊടുക്കുന്നതെങ്കിൽ R2 മീറ്ററിൽ കിട്ടും. R1 സെന്റിമീറ്റർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ R2 സെന്റിമീറ്ററിൽ കിട്ടും. കാരണം ഇത് രണ്ടും ഒരേ ക്വാണ്ടിറ്റിയാണ്, ഒരേ ഡയമെൻഷനാണ് R1നും R2നും. അപ്പോൾ ഇത് ഡയമെൻഷനിൽ കറക്റ്റ് ആണെങ്കിൽ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്ന ഈ മൊത്തം ടേമിൻ്റെ ഡയമെൻഷൻ ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായല്ലോ? ഇത് ഡയമെൻഷൻലെസ് ആണ്. അതുകൊണ്ട് R1ന്റെ ഡയമെൻഷൻ എന്താണോ അത് തന്നെ R2ന്റെ ഡയമെൻഷനും ആയിരിക്കും. അപ്പോൾ R1ന്റെ യൂണിറ്റ് എന്താണോ അത് തന്നെ R2ന്റെ യൂണിറ്റും കിട്ടും. ഒരേ യൂണിറ്റിലാവണമെന്നേ ഉള്ളൂ. R1ൽ നിങ്ങൾ കൊടുക്കുന്ന യൂണിറ്റ് ഏതാണോ അതേ യൂണിറ്റിൽ R2 കിട്ടും എന്ന് അർത്ഥം. അപ്പോൾ R1 1 സെന്റിമീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് R2 സെന്റിമീറ്ററിലാണ് കിട്ടുക. R1 മീറ്റർ ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ R2 മീറ്റർ എന്ന് എഴുതണം, അത്രേ ഉള്ളൂ. സോ 2.127 സെന്റിമീറ്റർ എന്ന് കിട്ടും. നമുക്ക് നിങ്ങൾ ചെറിയ മാറ്റമുള്ളത് 2.12 ആണ് ആദ്യത്തത്, ഇപ്പോൾ 2.127 ആയി. സോ ചേഞ്ച് ഇൻ ഡയമീറ്റർ, അപ്പോൾ D2 എന്ന് പറയുന്നത് 2 into 2.127 4.254 സെന്റിമീറ്റർ എന്നാവും. R2 കിട്ടിയാൽ അതിന് D2 കാണാം. D1 നമുക്ക് തന്നിട്ടുണ്ട് 4.24 സെന്റിമീറ്റർ എന്ന്. ഇവിടെ 4.24 ഉള്ളത് 4.254 സെന്റിമീറ്റർ. അപ്പോൾ ഒരു ഡിജിറ്റൊക്കെ റൗണ്ട് ചെയ്താൽ ചിലപ്പോൾ 4.24 4.3 എന്നൊക്കെ വരും. അപ്പോൾ അത് അത്ര കറക്റ്റാണ്. So change in diameter is D2 minus D1, that is 4.254 minus 4.24. 240 എന്ന് എഴുതാം. അപ്പോൾ 0.014 സെന്റിമീറ്റർ. ഇത്രയുമാണ് 0.014 സെന്റിമീറ്റർ. ഇത് അറൌണ്ട് 0.1 മില്ലിമീറ്റർ ആണ് ഇൻക്രീസ് ഇൻ ഏരിയ, ഇൻക്രീസ് ഇൻ ഡയമീറ്റർ. 0.1 മില്ലിമീറ്റർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ദിസ് ഈസ് എ നൈസ് പ്രോബ്ലം. നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യാം. മറ്റേ രീതിയിലും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെ 0.014 എന്നുള്ളതിന് പകരം 0.013 എന്നോ 15 എന്നൊക്കെ വന്നേക്കാം. എന്നാലും കുഴപ്പമില്ല, ആൻസർ കറക്റ്റാണ്. മറ്റേ രീതിയിൽ ചെയ്യുമ്പോഴേ ഈ ഡെൽറ്റ A1 ആദ്യം കൊണ്ട് കാണാം. മറ്റൊരു മെത്തേഡ് ഇവിടെ വെച്ചിട്ട് ഡെൽറ്റ A1 ഇവാലുവേറ്റ് ചെയ്യുന്നു. ഡെൽറ്റ A1 കിട്ടിയാൽ A1 നമുക്ക് ആദ്യം കാണാം. പൈ R1² ഉപയോഗിച്ചിട്ട് A1 കാണാൻ പറ്റും. A1 പ്ലസ് ഡെൽറ്റ A1 ആണ് A2 ഫൈനൽ ഏരിയ. അപ്പോൾ ഫൈനൽ ഏരിയ കാണുന്നു, ഇൻക്രീസ് ഇൻ ഏരിയ ഡെൽറ്റ A1 കാണുന്നു. ഇനീഷ്യൽ ഏരിയ അവിടെ വെച്ചിട്ട് ഈ പൈ R1² വെച്ചിട്ട് കാണുന്നു. ഇനീഷ്യൽ ഏരിയക്ക് ഇൻക്രീസ് ഇൻ ഏരിയ കൂട്ടിയാൽ എന്ത് കിട്ടുന്നു? യു വിൽ ഗെറ്റ് ദി ഫൈനൽ ഏരിയ കിട്ടുന്നു, A2 കിട്ടുന്നു. അപ്പോൾ ഫൈനൽ ഏരിയ A2 എന്ന് എടുക്കുന്നു. A2 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. A2നുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇഫ് D2 ഈസ് ദി ഡയമീറ്റർ ദെൻ A2 ഈസ് ഈക്വൽ ടു പൈ R2² അല്ലെങ്കിൽ പൈ D2² ഡിവൈഡഡ് ബൈ 4. അപ്പോൾ പൈ D2² ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് കാണുന്നു? D2² കാണുന്നു. അതിൽ നിന്ന് നമ്മൾ D2 കാണുന്നു. അങ്ങനെയും D2 കാണാം. അപ്പോൾ അവിടെ പൈ ഒക്കെ നമ്മൾ 3.14 2 ഡെസിമലിൽ എടുക്കുള്ളൂ, അതാണ് പ്രശ്നം. അപ്പോൾ ആ ഡെസിമൽ പ്ലേസ് അതിനനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസം ഇവിടെ വരും. 0.01 എന്നുള്ളത് മാറരുത്, അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഡിജിറ്റ് മാറി വന്നതും കുഴപ്പമില്ല. ഓക്കെ, സോ ദിസ് ക്വസ്റ്റ്യൻ ഞാനിത് സ്വിച്ച് ചെയ്യാണ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, സോ അടുത്തത് ഒരു ഫിഗറാണ്. 2 റണ്ണേഴ്സാണ്, ഓട്ടക്കാർ. അവരുടെ ഒന്നാമത്തെ ആളുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫും രണ്ടാമത്തെ ആളുടെ വെലോസിറ്റി ടൈം ഗ്രാഫുമാണ് തന്നിട്ടുള്ളത്. So figure show the displacement time graph of runner A
and figure 2 shows the velocity time graph of runner B. അപ്പോൾ എ എന്ന് പറയുന്ന ഗ്രാഫ് ഇതാണ്. എയുടെ ഗ്രാഫാണ് ആദ്യം കൊടുത്തുള്ളത് ഫിഗർ 1. ബിയുടെ ഗ്രാഫാണ് ഫിഗർ 2. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് ഗ്രാഫ് ഉണ്ട്. ഒന്ന് വെലോസിറ്റി ടൈം ഗ്രാഫാണ്, ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഐഡന്റിഫൈ ദി ടൈപ്പ് ഓഫ് മോഷൻ റണ്ണർ എ ഹാസ്. എ എന്ന് പറയുന്ന റണ്ണറുടെ മോഷന്റെ ടൈപ്പാണ്. അതിന് ചോയ്സ് വന്നിട്ടുണ്ട്, യൂണിഫോം മോഷൻ ആണോ, നോൺ യൂണിഫോം മോഷൻ ആണോ, ആക്സിലറേറ്റഡ് മോഷൻ ആണോ, ജെർക്കിംഗ് മോഷൻ ആണോ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എനെ സംബന്ധിക്കുന്ന ഗ്രാഫ് ഏതാണ്? ഫിഗർ 1. ഫിഗർ 1ലെ ഗ്രാഫ് നോക്കുക. ഇറ്റ്സ് എ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ്. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് വെലോസിറ്റി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് വിത്ത് ആൻ ആംഗിൾ എന്ന് പറയുമ്പോൾ ഇതിനൊരു കോൺസ്റ്റന്റ് സ്ലോപ്പ് ആണെന്ന് പറഞ്ഞാൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് അല്ലേ. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ് തന്നത്, അത് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയാൽ that type of motion is called uniform motion. So runner A has uniform motion. ഇതിന്റെ ആൻസേഴ്സ് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. റണ്ണർ എ ഹാസ് യൂണിഫോം മോഷൻ. അപ്പോൾ അത് നിങ്ങൾ മാർക്ക് ചെയ്യാം. എന്റെ ടൈപ്പ് ഓഫ് മോഷൻ യൂണിഫോം മോഷൻ ആണ്. ഓക്കെ, ഇതേ ചോദ്യം റണ്ണർ ബിയുടെയാണ് ചോദിച്ചതെങ്കിലോ? റണ്ണർ ബിന്റെ കേസാണ്. ഐഡന്റിഫൈ ദി ടൈപ്പ് ഓഫ് മോഷൻ റണ്ണർ ബി ഹാസ്. അല്ലെങ്കിൽ ബി എന്ന ഓട്ടക്കാരന്റെ ചലനം ഏത് തരത്തിലുള്ളതാണ്. അങ്ങനെയാണ് ചോദ്യം വന്നിരുന്നെങ്കിൽ എന്തായിരിക്കും ഉത്തരം വരിക? ബിയുടെ ഗ്രാഫ് നോക്കണം, ഫിഗർ 2 നോക്കണം. അതും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്, ബട്ട് ഇറ്റ് ഈസ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ. അതായത് വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ല, വെലോസിറ്റി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരിക എന്ന് പറയുന്നത് ഇതിനൊരു ആക്സിലറേഷൻ ഉണ്ട്. സോ ഇറ്റ് വിൽ ബി എൻ ആക്സിലറേറ്റഡ് മോഷൻ. അത് ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അപ്പോൾ അവിടെ രണ്ട് പോസിബിലിറ്റി, നോൺ യൂണിഫോം മോഷൻ ഒന്നും എഴുതാം, ആക്സിലറേറ്റഡ് മോഷൻ ഒന്നും എഴുതാം, രണ്ടും വരാം. അപ്പോൾ അതിനനുസരിച്ച് ചോയ്സ് മാറ്റി. എന്തായാലും രണ്ടാം റണ്ണർ ബിയുടേത് ആക്സിലറേറ്റഡ് മോഷനാണ്, നോൺ യൂണിഫോം മോഷനാണ്. റണ്ണർ എയുടേത് യൂണിഫോം മോഷനുമാണ്. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക. ഇനി ചോദ്യം, ഡിറൈവ് എ മാത്തമാറ്റിക്കൽ റിലേഷൻ ദാറ്റ് കണക്ട്സ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി ആൻഡ് ടൈം ഫോർ റണ്ണർ എ. അത് നമ്മളത് പ്രോബ്ലത്തിന്റെ സെക്ഷനിൽ വരുന്നതല്ല. റണ്ണർ എയുടെ വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും ഒക്കെ കണക്ട് ചെയ്യുന്നതാണ്. വളരെ ഈസിയാണ്. വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും കണക്ട് ചെയ്യുന്നതാണ്. ഇവിടെ റണ്ണർ എക്ക് ആക്സിലറേഷൻ ഇല്ല. അപ്പോൾ വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് കാണണമെങ്കിൽ ഇതിന്റെ ഏരിയ കണ്ടാൽ മതി. ഈ ഗ്രാഫിന്റെ ഏരിയ, ഈ ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ സ്ലോപ്പാണ്, ഈ ഗ്രാഫിന്റെ സ്ലോപ്പാണ്. അപ്പോൾ പിന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം, v into t, that is the displacement. അപ്പോൾ വെലോസിറ്റിയും ടൈമും ഡിസ്പ്ലേസ്മെന്റ് ഉള്ളത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, സിമ്പിൾ ആണ്. ആക്സലറേഷൻ ഇല്ലാത്തതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് s is equal to v into t എന്ന് വരും. രണ്ടാമത്തെ അടുത്ത പ്രോബ്ലം, അനലൈസിംഗ് ദി ടു ഗ്രാഫ്സ് ഫൈൻഡ് വിച്ച് റണ്ണർ വിൽ വിൻ ദി റേസ് വൈ θ1 ഗ്രേറ്റർ ദാൻ θ2 എന്നൊക്കെ തന്നിട്ടുണ്ട്. θ1 ഈ ആംഗിളാണ് കൂടുതലും തന്നിട്ടുണ്ട്. അത് ഇവിടെ പ്രസക്തൊന്നുമല്ല, നിങ്ങളെ കൺഫ്യൂസ്ഡ് ആകാനാണ്. അപ്പോൾ ആരാണ് ഈ റേസ് വിൻ ചെയ്യുക? ഇവിടെ എന്താ സംഭവിക്കുന്നത്? എ എന്ന് പറയുന്ന ആൾ ഒരേ വേഗതയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ വേഗത മാറുന്നില്ല, കാരണം യൂണിഫോം മോഷനാണ്. ബി എന്ന് പറയുന്ന ആൾ വേഗത കൂട്ടി വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് തന്നിട്ടില്ല. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് രണ്ടാളതും, തന്നിട്ടില്ല. ഇനീഷ്യൽ വെലോസിറ്റി രണ്ടാളതും 0 ആണ്. ഇപ്പോൾ 0 കഴിഞ്ഞ് ഉടനെ തന്നെ ബി ഒരു വേഗത അറ്റൈൻ ചെയ്തിട്ട് എ എന്ന് പറയുന്ന ആളൊരു വേഗത അറ്റൈൻ ചെയ്ത് ആ വേഗത തന്നെ പോവാണ്. ബി പക്ഷേ വേഗത കൂട്ടി കൊണ്ടുവരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബി എനെ ഓവർടേക്ക് ചെയ്യുമല്ലോ. റേസ് പൂർത്തിയാവുന്നതിൻ്റെ ഇടയ്ക്ക് ബിയുടെ വേഗത ഇൻക്രീസ് ചെയ്തേ വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ബി അല്പസമയം കഴിയുമ്പോൾ എയുടെ മുന്നിലെത്തും. എ ഒരേ വേഗതയിലാണ്. എ പിന്നെ ബിനെ മറികടക്കുന്ന ചോദ്യം വരുന്നില്ല. ബിയുടെ വേഗത കൂടി വരും. ഒരു ഘട്ടം വരുമ്പോൾ ബി എനെ മറികടക്കും. സോ ബി വിൽ വിൻ ദി റേസ്. അതിൽ സംശയമൊന്നുമില്ല. ബി വിൽ വിൻ ദി റേസ് ബിക്കോസ് ബീസ് മോഷൻ ഈസ് ആക്സിലറേറ്റഡ് മോഷൻ. അതാണ് ഇതിൻ്റെ കാരണം. റീസൺ എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ദ മോഷൻ ഓഫ് ബി ഈസ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ, സോ ഹിസ് സ്പീഡ് വിൽ ഇൻക്രീസ്. അതുകൊണ്ട് ബി എയുടെ മറികടക്കും. Motion of A is uniform motion and motion of B is accelerated motion, so B will win the race. ഇതാണ് അതിൻ്റെ ആൻസർ. ഇതിൻ്റെ ആൻസർ സ്ലൈഡ് ആയിട്ടും ചെയ്തിട്ടില്ല. കണ്ടപ്പോൾ ഈ ഗ്രാഫ് ലാസ്റ്റ് സി പാർട്ട് ഒരു പ്രോബ്ലം ടൈപ്പ് ആണെന്ന് തോന്നിയത് കൊണ്ട് എഴുതിയതാണ്. നൗ ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് 50ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നിർത്തും, കഴിഞ്ഞു.
So trajectory of a body in a projectile motion is given by y equal to x minus x square by 80. X and y are in meters. Find maximum height of this projectile. ഈ പ്രൊജക്ടൈലിന്റെ മാക്സിമം ഹൈറ്റ് കണ്ടെത്തുക. ഇത് ഒരു അത്ര സാധാരണ ചോദിക്കാറുള്ള ടൈപ്പ് അല്ല. 2016 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നൊരു പ്രോബ്ലം ആണെന്നുള്ളതാണ് സത്യം. ഇത് പ്രൊജക്ടൈൽ മോഷന്റെ ഇക്വേഷൻസ് നിങ്ങൾ ഡിറൈവ് ചെയ്യുന്നുണ്ട്, അത് ഫോക്കസ് ഏരിയയിലുണ്ട്, അതുമായിട്ട് അതിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആണ് ആൻസർ. ഇതിന്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പ്രൊജക്ടൈലിന്റെ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്, പാത്തിനുള്ള ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ പ്രൊജക്ടൈലിന്റെ പാത്തിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വരെ പഠിച്ചിട്ടുണ്ട്. ആ ഡെറിവേഷന്റെ ഫൈനലായിട്ട് നിങ്ങൾക്കൊരു ഇക്വേഷൻ കിട്ടുന്നുണ്ട്. ആ ഇക്വേഷൻ ഇതുമായിട്ട് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്തിട്ട് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇക്വേഷനിൽ എക്സും എക്സ് സ്ക്വയർ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ ആദ്യം എഴുതണം. ഇവിടെ എഴുതിയത് നിങ്ങൾ നോക്കണ്ട, അത് ആൻസറിന്റെ സ്റ്റെപ്പാണ്, ആനിമേറ്റ് ചെയ്യുന്നതിന് വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങാം. ഇക്വേഷൻ ഓഫ് ദി പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ. ജനറൽ ഇക്വേഷൻ ഫോർ പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് എക്സ് ടാൻ തീറ്റ മൈനസ് g/2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ. ഇത് പ്രൊജക്ടൈലിന്റെ മോഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് ഇതിന്റെ പ്രയാസകരമാക്കുന്നത്. ഇത് ചിലപ്പോൾ ചില കുട്ടികളൊന്നും മൈൻഡ് ചെയ്യില്ല. പാത്ത് ഓഫ് ദി പ്രൊജക്ടൈൽ പരാബോളയാണ്, ഇത് ഡിറൈവ് ചെയ്യാനും കഴിയും. പക്ഷെ ഇത് കാണാതെ അറിഞ്ഞോളണമെന്നില്ല. അപ്പം കാണാതെ അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സമയം ഉണ്ടെങ്കിൽ വേറെ പ്രോബ്ലം ഉണ്ടെങ്കിൽ മാറി ചെയ്യുക, അല്ല എങ്കിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഡിറൈവ് ചെയ്യുക. അല്ല ഈ ഇക്വേഷൻ നേരിട്ട് അറിയുന്ന കുട്ടികൾക്ക് ഈസി ആയിട്ട് ചെയ്യാം, വെരി ഈസി. ഈ ഇക്വേഷൻ നേരെ അറിഞ്ഞാൽ നോക്കൂ നിങ്ങൾ, സം എ കോൺസ്റ്റന്റ് ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ആണ്. വൺസ് എ പ്രൊജക്ടൈൽ ഈസ് ലോഞ്ച്ഡ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ്. സോ എ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് മൈനസ് അനദർ കോൺസ്റ്റന്റ് ഇൻറ്റു എക്സ് സ്ക്വയർ. അതാണ് ഈ ഫോം. അപ്പോൾ ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റും ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റും എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും ഇവിടുത്തെ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും തമ്മിൽ കമ്പയർ ചെയ്യണം, ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. സോ കമ്പയറിംഗ് വിത്ത് ദി ഗിവൺ ഇക്വേഷൻ y ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 80. എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ ടാൻ തീറ്റയാണ്, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ g/2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ നമുക്ക് ഇത് കമ്പയർ ചെയ്ത് എന്താ കിട്ടുക? ഒന്നാമത് കിട്ടുക ടാൻ തീറ്റ ഈക്വൽ ടു 1 കിട്ടും. കാരണം ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ഈ ഇക്വേഷനിൽ തന്നിരിക്കുന്ന ഇക്വേഷനിൽ എക്സിന്റെ കൂടെ ഉള്ളത് 1 ആണ്. ഇതിനെ 1 ഇൻറ്റു എക്സ് എന്ന് എഴുതാം. 1 ഇൻറ്റു എക്സ് മൈനസ് എക്സ് സ്ക്വയർ 1/80 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എഴുതാം. 1 ഇൻറ്റു എക്സ് മൈനസ് 1/80 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഈ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്താൽ, കമ്പയറിംഗ് എക്സ് ഇക്വേറ്റിംഗ് കോഎഫിഷ്യൻസ് ഓഫ് എക്സ്, യു വിൽ ഗെറ്റ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണ് ടാൻ തീറ്റ 1 എന്ന് എഴുതിയത്. ടാൻ തീറ്റ 1 ആണെങ്കിൽ തീറ്റ കണ്ടെത്താം. തീറ്റ ഈസ് ടാൻ ഇൻവേഴ്സ് 1, ദാറ്റ് ഈസ് 45 ഡിഗ്രി അല്ലെങ്കിൽ π/4 റേഡിയൻ. 45 ഡിഗ്രി അല്ലെങ്കിൽ π/4 റേഡിയൻ. ടാൻ ഇൻവേഴ്സ് 1. അപ്പോൾ തീറ്റ കിട്ടി, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കിട്ടി. മാക്സിമം ആയിട്ടാണ് നമുക്ക് കാണേണ്ടത്. ഇനി ടാൻ തീറ്റ ഈക്വൽ ടു 1 കിട്ടി. ഇനി അതേപോലെ കമ്പയർ ചെയ്യുക, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്ത് എന്താ കിട്ടുക? ഇവിടെ g/2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റയാണ് എക്സിന്റെ കോഎഫിഷ്യന്റ് ഉള്ളത്. അപ്പോൾ g/2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1/80 എന്ന് കിട്ടും. g/2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നുള്ളത് 1/80 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ g/2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ 1/80 എന്ന് കിട്ടിയാൽ u സ്ക്വയർ ഈസ് ഈക്വൽ ടു, യു സ്ക്വയറിന്റെ വാല്യൂ എന്താണെന്ന് എഴുതാൻ പറ്റും? നമുക്ക് മാക്സിമം ആയിട്ട് കാണാനുള്ള ഇക്വേഷനിൽ വേണ്ടത് u സ്ക്വയറും തീറ്റയുമാണ്. സോ യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 80 g/2 കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. ഇതിന് യു സ്ക്വയർ കണ്ടെത്തുക. g/2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ 1/80 എന്നാണ്. അപ്പോൾ യു സ്ക്വയർ ഈസ് ഈക്വൽ ടു നിങ്ങളുടെ എടുത്താൽ യു സ്ക്വയർ ഇവിടെ വരും. അപ്പോൾ അത് 80 g/2 കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പോൾ യു സ്ക്വയർ ഈസ് ഈക്വൽ ടു 80 ഇൻറ്റു 9.8 ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോസ് തീറ്റ. നമ്മൾ ഇവിടെ 145 എന്ന് തന്ന് കിട്ടിയിട്ടുണ്ട്. തീറ്റ ഈസ് ഈക്വൽ ടു 45 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീറ്റ യു സ്ക്വയർ 80 ഇൻറ്റു 9.8 ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോസ് 45 ദി ഹോൾ സ്ക്വയർ. കോസ് സ്ക്വയർ തീറ്റ ആണ്. കോസ് 45 ആണ് 1/√2 ആണ്. അപ്പോൾ കോസ് 45ന്റെ സ്ക്വയർ എടുത്താൽ 1/2 എന്ന് വരും. അപ്പോൾ 1/2 2 ക്യാൻസൽ ചെയ്ത് പോകും. ഫൈനൽ ആൻസർ 80 ഇൻറ്റു 9.8 ദാറ്റ് ഈസ് 784. അപ്പോൾ യു സ്ക്വയറിന്റെ വാല്യൂ കിട്ടി 784. ക്ലിയർ? അപ്പോൾ ഈ കമ്പാരിസൺ ആണ് നിങ്ങളെ ഓർമ്മയിൽ ഉണ്ടാവേണ്ട. ഇക്വേഷൻ വേണം, ഇതിന്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാന്നുള്ളതാണ്, ഇക്വേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇതിലെ വഴി. h is equal to x square u square sin square theta divided by 2g എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ യു സ്ക്വയർ നമുക്കറിയാം, തീറ്റ നമുക്കറിയാം, ജി അറിയാം. യു സ്ക്വയറിന്റെ വാല്യൂ 784 ആണ്. യു കാണാനൊന്നും പോകണ്ട, യു സ്ക്വയർ മതി. അപ്പോൾ യു സ്ക്വയറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 784 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ആണ് സൈൻ 45 ദി ഹോൾ സ്ക്വയർ. അഗൈൻ സൈൻ 45 ഈസ് 1/√2. അപ്പോൾ അതിന് സ്ക്വയർ ചെയ്യുമ്പോൾ 1/2 എന്ന് വരും. സോ 784 ഇൻറ്റു 1/2 ഇൻറ്റു ഡിവൈഡഡ് ബൈ 784 ഇൻറ്റു 1/2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.8. ഇത് ചെയ്താൽ 20 എന്ന് കിട്ടും ആൻസർ. 20 മീറ്റർ. സോ മാക്സിമം ഹൈറ്റ് ഈസ് 20 മീറ്റർ. സോ ഇതൊരു ഇൻഡയറക്റ്റ്, ഒരു സാധാരണ ചോദിക്കലില്ലാത്തൊരു ടൈപ്പ് പ്രോബ്ലം ആണ്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഫോക്കസ് ഏരിയൻ്റെ ഉള്ളിലുള്ളതുമാണ്. പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. ഈ ഇക്വേഷൻ അറിയാതെ ചെയ്യാം,
യു ഹാവ് ടു ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ മാക്സിമം ആവുന്ന പോയിന്റാണ്. അപ്പോൾ മാക്സിമം ആകുമ്പോഴും മിനിമം ആകുമ്പോഴും അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആകുന്നുള്ള ഐഡിയ നിങ്ങൾക്ക് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ dy/dx കണ്ടാൽ അത് 0 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണോ അതാണ് മാക്സിമം ഹൈറ്റ് ആകുമ്പോൾ ഉള്ള എക്സിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ആ എക്സിൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് അപ്പം കിട്ടുന്ന വൈയുടെ വാല്യൂ എത്രയാണോ അതാണ് മാക്സിമം ഹൈറ്റ്. മെത്തേഡ് അറിയുന്നവർ അങ്ങനെ ചെയ്യാം. ദിസ് ഈസ് മോർ ഈസിയർ. ഡിഫറൻഷിയേഷൻ ഇല്ല, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് മാക്സിമം ഒരു ഫംഗ്ഷൻ്റെ മാക്സിമത്തിലും മിനിമത്തിലും ഒക്കെ ഡെറിവേറ്റീവ്സ് 0 ആകും എന്നുള്ള ഐഡിയ എല്ലാവർക്കും അറിഞ്ഞോളണമെന്നില്ല. അറിയുന്നവർക്ക് അത് ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കണ്ട. dy/dx കാണുന്നു, dy/dx is equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ dy/dx കണ്ടാൽ അതിലെന്താ വരിക? ഇത് 1 വരും. 1 മൈനസ് എക്സ് സ്ക്വയർ ഇത് ചെയ്താൽ 2x/80 എന്നാണ് വരിക അല്ലേ? 2x/80. 1 മൈനസ് 2x/80 is equal to 0 എന്ന് കൊടുക്കണം. dy/dx 0 ആകണം. അപ്പോൾ 1 മൈനസ് 2x/80 ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ 1 is equal to 2x/80. So 2x is equal to 80. So x is equal to 80/2, that is 40 meter എന്ന് കിട്ടും. x 40 ആകുമ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 40 into 40 square by 80 എന്ന് വരും. അപ്പോൾ 40 minus 40 square by 80 എന്ന് വരും. So 40 minus 40 into 40 divided by 80. അപ്പോൾ 40 minus 40 into 40 divided by 80 ചെയ്താൽ ഈ ആൻസർ 20 മീറ്റർ എന്ന് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് y കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് അനദർ വേ. യഥാർത്ഥത്തിൽ അതാണ് ഈസി മെത്തേഡ്. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ഇതോ അതോ ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ആദ്യം dy/dx കാണുക. dy/dx is equal to 0 at maximum height. അപ്പോൾ dy/dx 0 ആകുമ്പോൾ ഇതിൻ്റെ ഡിഫറൻഷിയേറ്റ് ചെയ്ത ക്വാണ്ടിറ്റി എന്താണോ കിട്ടുന്നത് അതിന് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യുക. ആ ഇക്വേഷനിൽ നിന്നും എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുക. അപ്പോൾ എന്താ കിട്ടുക? മാക്സിമം ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് കിട്ടി. ആ എക്സിൻ്റെ വാല്യൂ ഇതേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ആ വൈ ആണ് മാക്സിമം ഹൈറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അനദർ വേ. ഓക്കെ, അപ്പോൾ അത്രയും മതി. സോ ലെറ്റ് മീ വൈൻഡ് അപ്പ് നൗ.